നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാകണം നമ്മുടെ മാതൃക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം മുസ്ലിമിലെ 2328 ഹദീസാണ്. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ചില മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ പറയാൻ പോണേ. ചില ആളുകളുടെ അവരെ കുറിച്ച് ഏത് വാക്കുകൊണ്ടാണ് പരിചയപ്പെടുത്തേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേട്ടോളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, قالت ما ضرب رسول الله صلى الله عليه وسلم شيئا قط بيده. അല്ലാഹുവിന്റെ ഹബീബ് ആകാശത്തിന് ചുവട്ടിൽ ഒരു മനുഷ്യനെയും ഒരു വസ്തുവിനെയും പുണ്യനബി അടിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് റസൂലുള്ള ഒന്നിനെയും അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ള തന്റെ ഭാര്യമാരെ അടിച്ചിട്ടേ ഇല്ല. വലാ ഖാദിമ, തന്റെ വേലക്കാരനെയും അടിച്ചിട്ടില്ല. ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സമയത്തല്ലാതെ ഒരു വസ്തുവിനെയും റസൂലുള്ള തന്റെ കൈകൊണ്ട് അടിച്ചിട്ടില്ല. ചില ആണുങ്ങളുണ്ട്, അവരെ പണി പെണ്ണുങ്ങളുടെ മേത്ത് നിന്ന് അവർ കൈയെടുക്കാറേ ഇല്ല. ഭാര്യമാരുടെ ശരീരത്തിൽ നിന്ന് കൈയെടുക്കാറില്ല, മുഖത്തുനിന്ന് കൈയെടുക്കാറില്ല. വളരെ മോശക്കാരാണ് അത്തരക്കാർ എന്ന് മനസ്സിലാക്കണേ. ഭാര്യയെ അടിക്കരുത്. അടിക്കൽ ജായിസാക്കിയ ചില സ്ഥലമുണ്ട്. ആ അടിക്കൽ ജായിസാക്കിയ പ്രവാചകനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് തന്റെ കൈ കൊണ്ട് തന്റെ ഭാര്യയെ അടിച്ചിട്ടേ ഇല്ല എന്ന് സയ്യിദത്തുനാ ആയിഷ. തന്റെ ഭാര്യയാണ് ആ റസൂലിനെ കുറിച്ച് സർട്ടിഫൈ ചെയ്യുന്നത്. അല്ലേ? ചില പെണ്ണുങ്ങൾ പറയില്ലേ, ഉസ്താദേ അയാള് മേത്തുനിന്ന് കൈയെടുക്കൂല, അയാള് മേത്തുനിന്ന് കൈയെടുക്കൂല, എപ്പോഴും അടിക്കാണ്, കുത്താണ്, വേദനിപ്പിക്കുകയാണ്. ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലാ തുദ്രിബൂ ഇമാ അല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ അടിക്കരുത്. കേൾക്കണേ, ഒരു സംഭവം റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെ അടിക്കരുത്, ഭാര്യമാരെ. ഫജാ ഉമറു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ അടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഫഖാല അദഇർന നിസാഉ അലാ അസ്വാജിഹിന്ന, ഹബീബായ നബിയെ, നിങ്ങൾ പെണ്ണുങ്ങളെ ഭാര്യമാരെ അടിക്കരുത് എന്ന് പറഞ്ഞില്ലേ? അതിന് ശേഷം പെണ്ണുങ്ങള് ആണുങ്ങളുടെ മേൽ വളരെ ധൈര്യത്തോടെയാണ് പെരുമാറുന്നത്. അങ്ങ് അടിക്കരുത് എന്ന് പറഞ്ഞില്ലേ യാ റസൂലല്ലാഹ്? അതിന്റെ ശേഷം ഓൽക്ക് കുറച്ച് ഹുങ്ക് കൂടുതലാണെന്ന്, അങ്ങനല്ലേ പറയുന്നേ? അല്ലേ? എത്ര മരജി അങ്ങനല്ലേ പറയാ? അങ്ങനെ പറയാ, ഓൽക്ക് കുറച്ച് ഹുങ്ക് കൂടിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, എന്നാൽ അനിവാര്യമായ ഘട്ടത്തിൽ നിങ്ങൾ അടിച്ചോളൂ, പക്ഷേ മുറിയാവാത്ത രീതിയിലുള്ള അടിയാവണം അടിക്കേണ്ടത്. വളരെ അനിവാര്യമായ ഘട്ടമാണോ നിങ്ങൾ അടിച്ചോളൂ. അപ്പോഴാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് അടിക്കാൻ ചെറിയൊരു ഇളവ് കൊടുത്തു. ഇളവ് കൊടുത്തപ്പോൾ സ്ഥിതി എന്താ? പിന്നെ അടി തുടങ്ങി എല്ലാവരും. فأطاف بآل رسول الله صلى الله عليه وسلم نساء كثير يشكون أزواجهن. അപ്പ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വീട്ടിൽ പിന്നെ മദീനത്തുള്ള ഒരുപാട് പെണ്ണുങ്ങൾ പരാതിയുമായി വരാൻ തുടങ്ങി. എന്റെ ഭർത്താവിനെ അടിച്ചു, എന്റെ ഭർത്താവിനെ അടിച്ചു. കേൾക്കണേ, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ലഖദ് താഫ ബി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ കതീർ. മുഹമ്മദിന്റെ കുടുംബത്തിൽ ധാരാളം പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. യഷ്കൂന അസ്വാജഹുന്ന, ഭർത്താക്കന്മാരെ കുറിച്ച് പരാതിയുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഭർത്താവ് തന്നെ അടിച്ചിരിക്കുന്നുവെന്ന് പരാതിയുമായിട്ടാണ് ആ പെണ്ണുങ്ങൾ എന്റെ വീട്ടിൽ വന്നത്. ലൈസ ഉലൈക ബിഖയാരികും, ഭാര്യമാരെ അടിച്ചുകൊന്നവരൊന്നും നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമരല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. എന്താ പറഞ്ഞേ? ഭാര്യമാർ ആരെ കുറിച്ചാണോ പരാതിയുമായി വന്നിരിക്കുന്നത് അവർ നിങ്ങളുടെ കൂട്ടത്തിലെ
ഉന്നതരല്ല, നല്ലവരല്ല, ഉത്തമരല്ല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളോട് പറയുകയാണ്, അടിക്കാൻ ഇളവ് ചെയ്തെങ്കിലും അടിക്കുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് അവർ നിങ്ങളുടെ കൂട്ടത്തിലെ നല്ലവരല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, പെണ്ണിനോട് ഭാര്യയോട് നല്ലത് മാത്രമേ ചെയ്യാവൂ. ഫഇന്നമാ ഹുന്ന അവാനുൻ ഇൻദകും, അവർ നിങ്ങളുടെ അടുത്തുള്ള ബന്ധനസ്ഥരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവരോട് നല്ലത് മാത്രമേ ചെയ്യാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭാര്യമാരെ പ്രഹരിക്കുക എന്നത് നല്ല സ്വഭാവമല്ല. പിന്നെ ഉസ്താദേ, ദേഷ്യം പിടിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായ എന്താ ചെയ്യാ? അനുസരണക്കേടുണ്ടായാൽ എന്താണ് ചെയ്യുക? ഈ വിഷയം മുന്നോട്ട് കേട്ടാൽ എന്തായിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാം, റസൂലുള്ളാഹി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്ന ഒരു കാര്യം എന്താ അറിയോ? അവനവന്റെ ഭാര്യ ദേഷ്യം പിടിച്ചിട്ടാണോ ഉള്ളത് അതോ സന്തോഷത്തിലാണോ ഉള്ളതെന്ന് എപ്പോഴും പരിശോധിക്കുമായിരുന്നു. ഓളിപ്പോ സന്തോഷത്തിലാണോ ദേഷ്യം പിടിച്ചിട്ടാണോ ഉള്ളതെന്ന് ശരിക്കും ഇപ്പോഴും റസൂലുള്ളാഹി പരിശോധിക്കുമായിരുന്നു. ആരെങ്കിലും അങ്ങനെ ചെയ്യല്ലോ, നമ്മൾ പറയാം ഓള് ദേഷ്യം പിടിക്കേ, ആര് ദേഷ്യം പിടിച്ചോട്ടെ, ഓളെ തന്തൻ്റെ അടുക്ക് പോയിക്കോട്ടെ, അങ്ങനെയൊന്നും പറയരുത് ഒരു പെണ്ണിനോട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയും ചെയ്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഒരിക്കൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ആയിഷ ഇന്നി ലഅലമു ഇദാ കുന്തി അന്നി റാദിയ, ആയിഷ നിങ്ങൾക്ക് എന്നോട് വലിയ ഇഷ്ടമാണോ എന്നും അതേപോലെ വൈദാ കുന്തി അലയ്യ ഗളബാ, എന്നോട് നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ടുണ്ടോ എന്നും എനിക്ക് മനസ്സിലാകും ആയിഷ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർക്കൊക്കെ മനസ്സിലാവും, അടുക്കളയിൽ നിന്ന് പാത്രം എന്ന് വീണ്ട് എന്ന് കണ്ടാൽ ഉടനെ മനസ്സിലാവും ചില ആളുകൾക്ക് ഓൾക്കെന്തോ ചൂടുണ്ട്, ചിലർക്കത് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചറിഞ്ഞതിന് എങ്ങനെയാ? ആയിഷ ബീവിയോട് റസൂലുള്ളാഹി തന്നെ പറയാണ്, ആയിഷ നീ എന്റെ കാര്യത്തിൽ സന്തുഷ്ടയാണോ, നീ സന്തോഷവതിയാണോ, നിങ്ങൾ അതല്ല കുപിതയാണോ എന്ന് എനിക്ക് വേഗം മനസ്സിലാകും ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അപ്പൊ ഞാൻ ചോദിച്ചു റസൂലുള്ളാഹിനോട്, വമിൻ ഐന തഅരിഫു ദാലിക, എനിക്ക് ദേഷ്യം പിടിച്ചാലും അല്ലെങ്കിലും അതെങ്ങനെ ഹബീബായ നബി ഞങ്ങൾക്ക് മനസ്സിലാവാ? ഖാല ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ അമ്മ ഇദാ കുന്തി അന്നി റാദിയ, നീ എന്റെ കാര്യത്തിൽ സന്തുഷ്ടയാണെങ്കിൽ ഫഇന്നകി തഖൂലീന, നീ എന്റെ കാര്യത്തിൽ സന്തുഷ്ടയാകുമ്പോഴെല്ലാം നീ ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് പറയാ സംസാരിക്കുമ്പോ, ലാ വറബ്ബ മുഹമ്മദിൻ, മുഹമ്മദിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയമാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം ലാ വറബ്ബ മുഹമ്മദിൻ എന്നാണ് പറയുക. വൈദാ കുന്തി അലയ്യ ഗളബാ, ആയിഷ നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ഖുൽതി നിങ്ങൾ പറയാ ലാ വറബ്ബ ഇബ്രാഹീം, ഇബ്രാഹീം നബിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം എന്നാ പറയാ. റസൂലുള്ളാഹി പറയാ, നിങ്ങളെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആയിഷ, എന്റെ വിഷയത്തിൽ എന്നോട് നിങ്ങൾ നല്ല സന്തോഷം ഇഷ്ടമുള്ള സമയമാണ് റബ്ബ മുഹമ്മദിൻ റബ്ബ മുഹമ്മദിൻ റബ്ബ മുഹമ്മദിൻ, അങ്ങനെ മുഹമ്മദിൻ മുഹമ്മദിൻ സംസാരത്തിൽ ഇങ്ങനെ എമ്പാടുണ്ടാവും. എന്നോട് ദേഷ്യം പിടിച്ചാലോ പിന്നെ പറയാം റബ്ബ ഇബ്രാഹിമ വറബ്ബ ഇബ്രാഹിമ, ഇബ്രാഹിം നബിന്റെ റബ്ബ് ഇബ്രാഹിം നബിന്റെ റബ്ബ് എന്ന് പറയാ. ചില പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോ സ്വഭാവം, ഭയങ്കര ഇഷ്ടമാണേ പറയാ എന്റെ ഓറ് എന്റെ ഓറ് എന്റെ ഓറ് എന്റെ ഓറ് എന്നാ പറയാ. ദേഷ്യം പിടിച്ചാ പറയാ എന്താ? ദേഷ്യം പിടിച്ചാ കുട്ടികളെ വാപ്പ, അങ്ങനെ പറയാം. ദേഷ്യം പിടിച്ചാ പറയാ കുട്ടികളെ വാപ്പ എന്നാണ്. അല്ലെങ്കിൽ പറയാ എന്റെ ഊർ, അങ്ങനല്ലേ ഊറ് എന്നല്ല ഇവിടെ പറയല്, എന്റെ ഊറ് എന്റെ ഊറ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് തുറന്നു പറയുകയാണത്. നിങ്ങൾ
എന്തൊരു ബന്ധ ആയിഷ, നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചാലും എനിക്ക് മനസ്സിലാകും ആയിഷ, നിങ്ങൾ എന്റെ കാര്യത്തിൽ സന്തോഷവതിയാണെങ്കിലും എനിക്ക് മനസ്സിലാകും ആയിഷ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി ഭാര്യമാർക്ക് വല്ല മാനസികമായ വിഷമവും വന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് അവരെ സമാധാനിപ്പിക്കുമായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പോലെ സമാധാനിപ്പിക്കുക, വിഷമഘട്ടത്തിൽ അവരുടെ അടുത്തുണ്ടാവുക, അവരുടെ ഒപ്പമുണ്ടാവുക അല്ലേ. ഒരു പെണ്ണിന് ഏറ്റവും വലിയ ടെൻഷനുള്ള ഒരു സമയമാണ് പ്രസവത്തോട് അടുത്ത സമയം എന്ന് പറഞ്ഞാൽ അല്ലേ 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 ആണോ? എന്ത് ഇനി തിരിയാൻ ഇവിടെ വേണ്ടേ, ഗൾഫിലല്ലേ ആണ്. ഒരു പെണ്ണിന് ഏറ്റവും മാനസികമായി ക്ഷീണിച്ചു പോവുകയും തളർന്നു പോവുകയും ചെയ്യുന്ന സമയമാണ് ഗർഭകാലഘട്ടം, പ്രസവത്തോട് അടുക്കുന്ന സമയം. ലീവ് കിട്ടിയാലും വരണം, കിട്ടിയില്ല അറബിനോട് ചോദിച്ചിട്ട് എങ്ങനെ ലീവ് എടുത്ത് വരണം. ആ സമയത്ത് ചില ആൾക്കാരൊക്കെ വരില്ലെന്ന് അവിടെ പോകും. അവിടെ പോയിട്ട് പിന്നെ വരെ 2-2.5. ഇവിടെ ഒരു എഴുത്തുണ്ടല്ലോ, 6 കൊല്ലമായി ഉസ്താദേ പുതിയാപ്പിള പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല ദ്വാരക്കാൻ. 6 വർഷമായി ഭർത്താവ് പോയിട്ട് വന്നിട്ടില്ല. വരാത്തത് കൊണ്ട് വല്ലാത്ത മാനസികമായ വിഷമമുണ്ട് എന്ന് ഈ കാണുന്ന എഴുത്തിന്റെ കൂട്ടത്തിലുണ്ടല്ലോ. പെണ്ണിന്റെ മനസ്സാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി തന്റെ അടിമകളുടെ ക്ഷേമാഐശ്വര്യങ്ങൾ, തന്റെ പ്രജകളുടെ രാജ്യത്തുള്ള ആളുകളുടെ ക്ഷേമാഐശ്വര്യങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോകുമ്പോഴല്ലേ ഒരു പെണ്ണിങ്ങനെ പാടുണ്ട്, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ ഈ കട്ടിൽ ഈ രാത്രിയുടെ കൂരിട്ടുള്ളിൽ ഇങ്ങനെ കുലുങ്ങുമായിരുന്നുവെന്ന്. അള്ളാഹുവിനെ പേടിച്ചത് കൊണ്ടാണ് എന്റെ ഭർത്താവിന്റെ അഭാവത്തിലും ഞാൻ ഈ തണുത്തുറഞ്ഞ രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത്. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു എന്തായി നിലകളെ നോക്കുമ്പോ ഒരു മതിലപ്പുറത്ത് നിന്നായി പാട്ട് കേൾക്കണം. ഉടനെ ചാടി, മതിലെടുത്ത് ചാടി വീടിനെ മുട്ടി വിളിച്ചു. എന്താ പ്രശ്നം എന്ന് വെച്ചു. എന്താ നിങ്ങൾ ഇങ്ങനെ ഈ പാടുന്നത്? ഇപ്പൊ പറഞ്ഞു എന്റെ പുതിയാപ്പിള ഇവിടെ ഇല്ല. ആ പുതിയാപ്പിള എവിടെയെന്ന് വെച്ചു. എന്റെ പുതിയാപ്പിള ഉമറിന്റെ സൈനികരുടെ കൂട്ടത്തിലാണുള്ളത്, യുദ്ധത്തിന് പോയതാ. പോയിട്ട് എത്രയായിന്ന് വെച്ചു. കുറേ ആയി പോയിട്ട് വന്നിട്ടില്ല എന്നാണ്. ഉമറാന്ന് ഈ പെണ്ണുങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അത് ഉമറാന്ന് തിരിഞ്ഞിട്ടില്ല. ഉമറിന്റെ സൈനികരിൽ പോയതാ, ഇതുവരെ വന്നിട്ടില്ല, ഞാൻ മാസങ്ങളായി ഏകാന്തയാൻ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഭർത്താവില്ലാതെ എത്ര കാലം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു 4 മാസം എന്നാ. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു അതിന് ശേഷം ഓർഡർ ഇട്ടല്ലോ, 4 മാസത്തിൽ ഒരിക്കൽ തന്റെ കുടുംബത്തിൽ പോയി വരണമെന്ന് സൈനികരോട്. അപ്പൊ 2 കൊല്ലം 4 കൊല്ലം. ചിലര് പിന്നാട് പോയിട്ട് കടം മുഴുവൻ തീർത്തിട്ട് വരാന്നാ വിചാരിക്കൂലേ. ആ കടത്ത് തീരലുണ്ടാവില്ല, വരലും ഉണ്ടാവില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനസികമായി തന്റെ ഭാര്യമാർ ക്ഷീണിച്ചു എന്ന് കണ്ടാൽ അവരെ സമാധാനിപ്പിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഹഫ്സ ബീവി, സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഒരു സംഭവം പറയുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. ഖാല, മഹാനവറുകൾ പറയുകയാണ്, ബലഗ സഫിയ ബീവി റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, ഹഫ്സ ബീവിയും റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ഹഫ്സ ബീവി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ബാപ്പാന്റെ ചില സ്വഭാവം മക്കളിൽ ഉണ്ടാവുമല്ലോ, ഇല്ലേ? ഉണ്ടാവൂലേ? ഇല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ഒരു ശൂരനാണല്ലോ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. സഫിയ ബീവി റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യയാണ്. ഹഫ്സ ബീവിയും ഭാര്യയാണ്. ഒരു ദിവസം രണ്ടാളും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കുണ്ടായി. ആ സമയത്തെ കാലത്ത് ഹഫ്സ ബീവി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, മകളായ റസൂലുള്ളാഹിന്റെ ഭാര്യയായ ഹഫ്സ ബീവി സഫിയ ബീവിയെ ഇങ്ങനെ വിളിച്ചു, ബിന്തു യഹൂദീൻ, ജൂതന്റെ മോളെ എന്ന്. ജൂതന്റെ മോളെ എന്ന് വിളിച്ചു. അപ്പൊ സഫിയ ബീവി കരഞ്ഞു. സഫിയ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. ഫദഖല അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സഫിയ ബീവിയുടെ അടുത്തേക്ക് വരുമ്പോൾ സഫിയ ബീവി ഇങ്ങനെ കരയുകയാണ്. വഹിയത ബികി ഫഖാല മാ യുബികി, സഫിയ എന്തിനാ എന്റെ പൊന്നു പോൽ കരയുന്നത് എന്ന് ചോദിച്ചു. ഫഖാലത്, അപ്പോൾ സഫിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു,
ഖാല ലീ ഹഫ്സ ഇന്നി ബിന്തു യഹൂദിൻ, ഞാൻ ജൂതന്റെ മോളാണ് എന്ന് ഹഫ്സ ബീവി എന്നെ ചീത്ത വിളിച്ചു നബിയെ എന്ന്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് അപ്പോൾ പറഞ്ഞു, ഇന്നകി ലഇബ്നതു നബിയിൻ. ശ്രദ്ധിക്കണങ്ങളെ, നേരെ ഹഫ്സ ബീവിനെ പോയി ചീത്ത പറയില്ലേ ചെയ്ത്, സഫിയ ബീവിനെ സമാധാനിപ്പിക്കുക ചെയ്ത്. എന്താ കാരണം? ചീത്ത അറിഞ്ഞാൽ ആരും പ്രശ്നം ഉണ്ടാവും. അപ്പൊ പുണ്യ നബി ഹിക്മത്തിലാണ് ഈ കാര്യം കൈകാര്യം ചെയ്തത്. പെണ്ണിനോട് എപ്പോഴും ഹിക്മത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ ബീവിയോട് പറഞ്ഞു, ഇന്നകി ലഇബ്നതു നബിയിൻ. ആരാ പറഞ്ഞേ? സഫിയ, നീ ജൂതന്റെ മോളാണ് എന്ന്. ലഇബ്നതു നബിയിൻ, നിങ്ങളൊരു നബിയുടെ മകളാണല്ലോ. സഫിയ, നിങ്ങളൊരു നബിയുടെ മകളാണല്ലോ. ഇന്ന അമ്മകി ലനബിയ്യുൻ, നിങ്ങളുടെ ഇളയപ്പയും നിങ്ങളുടെ ഉപ്പയുടെ സഹോദരനും പ്രവാചകനാണല്ലോ. വഇന്നകി ലതഹ്ത നബിയ്യിൻ, നിങ്ങളൊരു നബിയുടെ ഭാര്യയുമാണല്ലോ സഫിയ. ഫഫീമ തഫ്ഖറു അലൈകി, ഹഫ്സാക്ക് നിങ്ങളുടെ മേൽ മേന്മ പറയാൻ എന്തവകാശമാ ഉള്ളത് സഫിയ എന്ന് സഫിയ ബീവിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. നമ്മളൊക്കെ ഭാര്യനെ ആരെങ്കിലും ചീത്തറിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം എന്താ, എനിക്ക് കിട്ടേണ്ടി തന്നെ, എൻ്റെ നാവിന് കുറച്ച് വലിപ്പം കൂടുതലാ, ഞാനായതുകൊണ്ട് എത്ര കാലം സഹിച്ചതാണ്, ഞാനായതുകൊണ്ട് നാവൊന്ന് അടക്കിക്കൂടെ എന്നൊക്കെ അല്ലേ പറയാ. പുണ്യനിബിതങ്ങൾ കണ്ടോ, മനസ്സു വേദനിച്ചെടുത്ത് സമാധാനിപ്പിക്കുകയാണ്. എങ്ങനെ? നിങ്ങളൊരു നബിയുടെ മകളാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ഹാറൂൻ അലൈഹിസ്സലാമിന്റെ പരമ്പരയാണ് സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ പരമ്പര. ഹാറൂൻ പ്രവാചകനാണല്ലോ അലൈഹിസ്സലാം. അതുകൊണ്ടാ പറഞ്ഞത് ഇന്നകി ലഇബ്നതു നബിയിൻ, നിങ്ങളൊരു നബിയുടെ മകളാണ്. വഇന്ന അമ്മകി ലനബിയ്യുൻ, നിങ്ങളുടെ പിതാവിന്റെ സഹോദരനും നബിയാണല്ലോ. ഹാറൂൻ അലൈഹിസ്സലാമിന്റെ സഹോദരനാണല്ലോ മൂസ അലൈഹിസ്സലാം. വഇന്നകി ലതഹ്ത നബിയിൻ, നിങ്ങളൊരു നബിയുടെ ഭാര്യയാണല്ലോ. അതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ നല്ല വർത്താനം പറഞ്ഞിട്ട് ആ വിഷമം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിക്കൊടുത്തു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർ രോഗികളായാൽ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് അല്ലേ. ഒരു പെഞ്ചൊല്ല് പറയുന്ന ഒരു വിഷയം ഉണ്ടായില്ല ആയിഷ ബീവിയുടെ കാര്യത്തിൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സമയം പറയാൻ, എനിക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടായത് എൻ്റെ റസൂലുള്ള എൻ്റെ അടുത്തേക്ക് വരാതായതാണ്. എന്താ കാരണം? ആയിഷ ബീവി പറയുന്നത്, സാധാരണ രീതിയിൽ ഞാനപ്പ രോഗിയുമാണ്. സാധാരണ രീതിയിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ രോഗിയായാൽ ആരോഗ്യമുള്ള സമയത്തുള്ളതിനേക്കാളും എന്നെ കൂടുതൽ പരിഗണിക്കുമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ചില ആണുങ്ങളുണ്ട്, ഓല് ഭാര്യ രോഗിയായ പറയും, ഞാൻ എൻ്റെ അടുക്ക് വയ്ക്കോ, ഞാൻ എൻ്റെ അടുക്ക് വയ്ക്കോ, ഞാൻ അവിടെ ആക്കിത്തരാം, ഉമ്മാൻ്റെ അടുത്തേക്ക് ആക്കിത്തരാം, വാപ്പാൻ്റെ അടുത്തേക്ക് ആക്കിത്തരാം. ഒരു പെണ്ണ് ഏറ്റവും സമാധാനം ഒരു പെണ്ണിന് കിട്ടുക വാപ്പൻ്റെ അടുത്തും ഉമ്മൻ്റെ അടുത്തും അല്ല, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അടുത്താണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി കേട്ടോളിട്ടോ, പുണ്യനബി ടെൻഷൻ, അസുഖം, പ്രയാസം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പുണ്യനബി സമാധാനിപ്പിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സമാധാനമുള്ള വർത്താന പറയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ ഹജ്ജിന് പോരുകയാണ്. റസൂലുള്ളാഹി ഹജ്ജിന് മുമ്പ് 11 ഭാര്യമാരും കൂടെ ഉണ്ട്. അല്ല 9 ഭാര്യമാരും കൂടെയുണ്ട്. 9 ഭാര്യമാരെയും കൂട്ടിയാണല്ലോ പുണ്യനബി ഹജ്ജിന് പോകുന്നത്. ആയിഷ ബീവി പറയാൻ, ഞാനും റസൂലുള്ളാഹിന്റെ കൂടെയുണ്ട്. അങ്ങനെ ദുൽഹുലൈഫയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ദുൽഹുലൈഫയിൽ എത്തിയിട്ട് എല്ലാവരും കുളിച്ചിട്ട് ഇഹ്റാം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഞാൻ കരഞ്ഞുവെന്ന് ആയിഷ ബീവിക്ക് അറിയാം. എല്ലാവരും ഇഹ്റാം, അങ്ങനെ ഉണ്ട് ചില സംഭവം ഈ ഹജ്ജിന് പോയ കാണാം. കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തല്ലാന്ന് ഒരു പെണ്ണുങ്ങള് ഇതേപോലെ ദുൽഹുലൈഫയിൽ നിന്ന് അബിയാർ അലിക്ക് അറിയുന്ന ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് ഒരു പെണ്ണ് വന്ന് ഒരൊറ്റ കരച്ചിൽ. ഞാൻ കരുതി എന്താ നാട്ടിലാരോ മരിച്ചു വരും വന്നോ, എന്തോ പ്രശ്നം വന്നോ ഞാൻ വിചാരിച്ചത്. എന്താന്ന് വെച്ചപ്പോൾ ഈ പെണ്ണുങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്തുള്ള ആളോട് ചോദിച്ചു, ഒന്ന് ചോദിച്ചു നോക്കൂ, എന്തിനാ കരയുന്നത്? അപ്പൊ എന്താ പ്രശ്നം? അശുദ്ധിയായിട്ടുണ്ടെന്നല്ല പ്രശ്നം.
ഇതേ പ്രശ്നമുണ്ടായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി പറയാൻ ഞാൻ കരഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി എന്നോട് ചോദിക്കും മാലകി അനഫിസ്തി. റസൂലുള്ളാഹിക്ക് അസുഖം മനസ്സിലായി. മാലകി, എന്താ പ്രശ്നം? അനഫിസ്തി, ആയിഷ നിങ്ങൾക്ക് മെൻസസായോ അശുദ്ധിയായോ? ഖാലത്ത്, ആയിഷ ബീവി പറയാൻ ഞാൻ പറഞ്ഞു നഅം ഹബീബായ നബിയേ, ഞാൻ ഇഞ്ഞെന്താ ചെയ്യ റസൂലേ, ഞാൻ ഇഞ്ചെന്താ ചെയ്യ ഹബീബായ നബിയേ, എനിക്ക് അശുദ്ധിയായല്ലോ, എല്ലാരും ഇഹ്റാം ചെയ്യാനുള്ള നബിയേ, ഞാനെന്തേ ഇപ്പൊ എങ്ങനായത് യാ റസൂലല്ലാഹ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പരിഭവിച്ചു കരയാൻ തുടങ്ങി. ഖാല, റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് നോക്കിട്ടോ, വാക്കിലാണ് ഒരു മനസ്സിനെ സമാധാനിപ്പിക്കാൻ കഴിയലും മനസ്സിനെ ബേജാറാക്കാൻ കഴിയലും. അള്ളാന്റെ ഹബീബ് പറയാണ് ഇന്നഹാദാ അംറുൻ കതബഹുല്ലാഹു അലാ ബനാതി ആദം. ആയിഷ, അതിനെന്തിനാ നിങ്ങൾ കരയണത്? അത് ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്ക് അള്ളാഹു നൽകിയ ഒരു ശാരീരികമായ പ്രതിഭാസമാണല്ലോ. മെൻസസ് ഉണ്ടാവുക എന്നത് ആദം അലൈഹിസ്സലാമിന്റെ മക്കളുടെ പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന ഒരു ശാരീരിക പ്രതിഭാസമാണല്ലോ. അതിനെന്തിനാ ബേജാറാവുന്നത്? ഹജ്ജിൽ എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യാമല്ലോ ആയിഷ, തവാഫ് മാത്രമല്ലേ ചെയ്യാതിരിക്കാൻ പറ്റൂ, വേറെ എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യാമല്ലോ ആയിഷ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിനെ സമാധാനിപ്പിച്ചു എന്ന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനെ സമാധാനിപ്പിച്ചു. ഫലമ്മാ ഖളൈതുൽ ഹജ്ജ, കണ്ടോ, അങ്ങനെ ഞാൻ ഹജ്ജ് ചെയ്തു കഴിഞ്ഞപ്പോൾ തൻഈമിലേക്ക് എന്നെ റസൂലുള്ളാഹി എന്റെ സഹോദരന്റെ കൂടെ പറഞ്ഞയച്ചു, അബ്ദുറഹ്മാന്റെ കൂടെ. എന്നിട്ട് തൻഈമിൽ നിന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്യാൻ റസൂലുള്ളാഹി എന്നോട് പറയുകയും ചെയ്തു എന്ന് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി പറയാണ്, ഞങ്ങൾ രോഗികളായാൽ റസൂലുള്ളാഹി ഞങ്ങളെ മന്ത്രിച്ചു തരുമായിരുന്നു. ഞങ്ങൾ രോഗിയായാൽ ഞങ്ങളെ മന്ത്രിച്ചു തരും. ഞാൻ ഇന്നലെ ചോദിച്ചില്ലേ, മന്ത്രിച്ചവരാരെങ്കിലും ഉണ്ടോ? കേട്ടോളൂ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, അന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അല്ലേ, ഒരു ചെറിയ തലവേദനയൊക്കെ നമ്മളെന്നാ തലയിലൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് ഒരു ഫാത്തിഹയൊക്കെ ഓതിയിട്ട് നമ്മളെ കൈ വെക്കുമ്പോൾ തന്നെ അവർക്ക് പൗതി പോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? പൗതി വേദനയൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ഒരു ഫാത്തിഹ ഓതിയിട്ട് മൂർത്താവിലൊക്കെ ഊതിക്കൊടുത്താൽ അത് പോവും. ഇനി പോയിട്ടില്ലെങ്കിൽ ഓളോട് ചോദിച്ചു നോക്കണ്ടേ സുഖമില്ല, ഓള് പറയാ ഒരു പകുതി സുഖമുണ്ടെന്ന് പറയും. കാരണം എന്താ, നമ്മുടെ ആ സമീപനം കൊണ്ട് തന്നെ അവരുടെ മനസ്സിന്റെ കുറെ ടെൻഷൻ പോയിട്ടുണ്ടാവും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅബ്ബിദു ബഅദ അഹ്ലിഹി, റസൂലുള്ളാഹി തന്റെ ഭാര്യമാരെ മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. മന്ത്രിച്ചു കൊടുക്കാന്ന് മാത്രമല്ല, യംസഹു ബിയദിഹിൽ യുംനാ, മന്ത്രിച്ചിട്ട് റസൂലുള്ളാഹി വലത്തെ കൈകൊണ്ട് ഇങ്ങനെ തടവി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. മന്ത്രിച്ച് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ റസൂലുള്ളാഹി കൈകൊണ്ട് തടവി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി മന്ത്രിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയാറുള്ളത്. അല്ലാഹുമ്മ, ഇമാം ബുഖാരി ഇത് ധരിച്ചിട്ടുണ്ട്, 5743 ഹദീസാണിത്. അന്നനബിയ റസൂലുള്ളാഹി അങ്ങനെയാണ് പറയാറുള്ളത്, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസാ ഇശ്ഫിഹി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക് ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഇത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹി ഞങ്ങളെ മന്ത്രിക്കാറുണ്ടായിരുന്നത് എന്ന് ആയിഷ, സയ്യിദത്തുനാ ആയിഷ. ഇനി ഞങ്ങൾ കരയുകയാണെങ്കിൽ റസൂലുള്ളാഹി കണ്ണുനീര് തുടച്ചു തരുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ എത്ര വലിയ വലിയ വയസ്സുള്ള പെണ്ണുങ്ങളല്ലേ. ഞങ്ങൾ കരയാണെങ്കിൽ റസൂലുള്ളാഹി കണ്ണീര് തുടച്ചു തരും. ഭാര്യന്റെ കണ്ണീര് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും തുടച്ചു കൊടുത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോയെന്ന് ഞാൻ ചോദിക്കില്ല. കരയിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ ഭാര്യയെ കരയിപ്പിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോയെന്ന് ഞാൻ ചോദിക്കില്ല. ജീവിതത്തിൽ ഭാര്യയെ കരയിപ്പിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോയെന്നും ചോദിക്കില്ല. പക്ഷെ അത് നിങ്ങൾ ഇന്നലെ ഇന്നൊക്കെ എന്താ ഈ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും തിന്നണോ, നമ്മളെ നെഞ്ചത്തേക്ക് വെടി ഇങ്ങനെ വെക്കണമെന്ന് ചോദിക്കരുത്. ഈ വിഷയം നമ്മൾ പഠിക്കണം. അല്ലാഹുവേ,
പുണ്യ നബിയെ പോലെ ഏറ്റവും നല്ലൊരു ഭർത്താവാകാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റബ്ബേ. നോക്കൂ നിങ്ങൾ, സഫിയ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ മിനിസായി. ഹജ്ജിന് പോണ സമയത്തുള്ള ഒരു സംഭവം പറയാട്ടോ. നമ്മളൊക്കെ ഹജ്ജിന് പോണ സമയത്ത് പല സംഭവം ഉണ്ടാവും. ഞാൻ എനിക്കിപ്പോഴും മറക്കാത്തൊരു രംഗമുണ്ട്. ഒരു 10 കൊല്ലം മുമ്പ് കൂത്തുറമ്പെടുത്ത് ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, കൂത്തുറമ്പിലല്ല, സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞിട്ട് ഞാൻ നാട്ടുകാരോട് നിങ്ങൾ ചോദിക്കേണ്ട കരുതിയിട്ടാണ്. കൂത്തുപറമ്പിനടുത്തുള്ള സ്ഥലമാണ്. അയാൾ ഹജ്ജിന് തരാൻ വേണ്ടി വന്ന അന്ന് എന്നോട് പറഞ്ഞ എന്താ നിങ്ങൾ, ഹജ്ജിന് പാസ്പോർട്ട് തരാൻ വേണ്ടി വന്ന അന്ന് എന്നോട് ഉസ്താദേ എനിക്ക് വേണമെങ്കിൽ 15 കൊല്ലം മുമ്പ് ഹജ്ജ് ചെയ്യാമായിരുന്നു, ഞാൻ എൻ്റെ ഓളെ വിചാരിച്ചിട്ട് ചെയ്യാതിരുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചത് എന്താ? എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ കമ്പനി, ഞാൻ ദുബായിൽ ജോലി ചെയ്തിരുന്ന കമ്പനി എനിക്കൊരു ഹജ്ജ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ, കാരണം എനിക്ക് എൻ്റെ ഓളെ കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട്. എന്നിട്ട് ഇയാൾ പറഞ്ഞു, 25 കൊല്ലമായി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാം ഉസ്താദേ, തമാശക്ക് പോലും ഞങ്ങൾ പിണങ്ങിയിട്ടില്ല. ഒരു സൗന്ദര്യപ്പിണക്കം തന്നെ സാധനമില്ലേ, അത് പോലും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. ഒക്കെ അയാൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അസൂയായി എന്ന് പറഞ്ഞാൽ അത് പോകണമെന്നുള്ള അസൂയല്ല, ഹൈബത്തത്ത് എന്നാണ് പറയാം. അതേപോലെ ഞമ്മക്കും ആവുക എന്നുള്ള, ഞമ്മക്കുണ്ടാവാന്ന് ചിന്തിക്കുന്നത് നല്ലതാണല്ലോ. അത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് അസൂയായിപ്പോയി. എന്നാ നിങ്ങൾക്ക് അറിയണോ, ഹജ്ജിന് പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് വലിയ 3 വട്ടം തെറ്റി. ഞാൻ പറയണത് എന്താ വെച്ചാൽ, സാധാരണ തെറ്റാത്ത ആളും കൂടി തെറ്റാൻ സാധ്യതയുള്ള രംഗ ഹജ്ജ്. എന്നോട് ഒരാൾ പറഞ്ഞല്ലോ, അയാളെ കുടുംബത്തിലൊരാൾ കൂടി ഹജ്ജിന് പോയിട്ട് തെറ്റിയിട്ട് അയാൾ ആ പറഞ്ഞ വരെ അയാൾ മുണ്ടിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞേ. അതിൻ്റെ ശേഷം മുണ്ടിനോന്ന് എനിക്കറിയില്ല. ഏതോ സ്ഥലത്ത് കാത്ത് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, എന്തോന്ന് പറഞ്ഞാലും. ഹമുറാഹിമീനായ റബ്ബേ, പിണങ്ങിയവർക്കിടയിലൊക്കെ നീ മാനസികമായി യോജിപ്പ് നൽകണേ റബ്ബേ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഹജ്ജിന് നല്ലോല് പോയാൽ തന്നെ തെറ്റാൻ സാധ്യതയുള്ള സാധനം എന്താ. ഒരിക്കൽ ഇങ്ങനെ 3 വട്ടം തെറ്റിയപ്പോൾ ഞാൻ ആ മധ്യസ്ഥനായി നിന്ന് ഞാൻ ചോദിച്ചു ഈ പെണ്ണുങ്ങളോട്, ഞാൻ അയാളോട് ചോദിച്ചു എന്താ പ്രശ്നം. എന്നോട് ഉസ്താദേ, ഓക്ക് എന്നോട് നാട്ടിൽ നിന്നൊക്കെ വലിയ ഇഷ്ടം, അവിടെ വന്നതിന് ശേഷം ഇന്ന കഅബ കണ്ടു നോക്കുമ്പോൾ ഓക്ക് എന്നെ പറ്റില്ല അറിഞ്ഞു. അതാ പറഞ്ഞത്, കഅബ കണ്ടു നോക്കുമ്പോൾ ഓക്ക് എന്നെ പറ്റില്ല. അപ്പം ഞാൻ ഓളോട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് വെച്ചു. ഉസ്താദേ, പ്രശ്നമൊന്നുമില്ല, അയാൾ എന്നോട് പറയും നിസ്കരിക്കാൻ പോകുമ്പോൾ നമുക്കൊപ്പം പോവാം. അങ്ങനെ തന്നെ വേണ്ടി ഒപ്പം വേണ്ടി. വേറെ ചില മനുഷ്യന്മാരുണ്ട്, മക്കത്തെ തിരുവല്ല വലിയ അഭിമാനത്തിലാണ് പറയാം, ഉസ്താദേ എൻ്റെ ഓളൊക്കെ തിരുണോളാം, ഞാൻ ഓളാണ് സ്വതന്ത്രയാക്കി വിട്ടാണ്. ഞങ്ങൾക്ക് എൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി, കൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി. ഞാൻ ഓളെ നോക്കലേ ഇല്ല, ഞാൻ കണ്ടിട്ട് 2 ദിവസമായി, ഇനിയിപ്പോൾ ആരും കൂടെ ഉമ്മർക്ക് വരൂലേന്നാ സംശയം. അങ്ങനൊക്കെ ഉണ്ട് മനുഷ്യന്മാർ. 2 ദിവസമായി ഞാനല്ല കണ്ടിട്ട് തന്നെ ഇല്ല. അങ്ങനെ വല്ല ജീവിതം. ഞാൻ ഇയാളോട് ചോദിച്ചു എന്താ, അയാളിനോട് സാധേ ഓൾ കഅബ കണ്ടതിന് ശേഷം എന്നോട് താല്പര്യം കുറവാണ്. അപ്പം ഞാൻ അവളോട് എന്താ പ്രശ്നം. ഈ പെണ്ണുങ്ങൾ ഉസ്താദേ, അയാളിനോട് ഒപ്പം തന്നെ പോവാ, പിന്നെ നിസ്കരിച്ച് ഇറങ്ങിയിട്ട് എന്നോട് പറയും ഇറങ്ങുമ്പോൾ ഇവിടെ നിൽക്കണം കേട്ടോ എന്ന് പറയും. ഞാൻ അയാൾ പറഞ്ഞ ആ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കും, മൂപ്പര് വേറെ ഏതോ ഗേറ്റിലൂടെ ഇറങ്ങിപ്പോകും. കാരണം ഹറമിൻ്റെ എല്ലാ ഗേറ്റും ഒരേ മാതിരിയാണല്ലോ. അപ്പോൾ മൂപ്പര് ഇറങ്ങണ ഗേറ്റിലാണ് എന്നോട് നിൽക്കാൻ പറഞ്ഞതാണ് മൂപ്പര് വിചാരിക്കുക. ഞാൻ കുറേ മേപ്പെട്ട് നോക്കി ഇന്ന് കാണാതായി. പിന്നെ ഹോട്ടലിലേക്ക് ചെന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് എന്താണ്ട് മൂപ്പര് ഭക്ഷണം കഴിച്ചിട്ട് പോരുന്നു. ആ സമയത്ത് പിന്നെ മൂപ്പര് മുഖമൊക്കെ ഒരു 35 കിലോ ഉണ്ടാവുന്നതാണ്. എന്താ ചെറിയ പ്രശ്നം. നോക്കൂ നിങ്ങൾ, മഹദി സഫിയ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോടൊപ്പം ഹജ്ജ് ചെയ്തു. 9 ഭാര്യമാരും റസൂലുള്ളാഹിന്റെ ഭാര്യമാർ കൂടെയുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർ ഒട്ടകക്കട്ടിലാണ് അവർ യാത്ര ചെയ്തിരുന്നത്. ഒട്ടകത്തെ തെളിച്ചിരുന്നത്, ഒട്ടകത്തെ നിയന്ത്രിച്ചിരുന്നത് സ്വഹാബികളായിരുന്നു. അങ്ങനെ സഫിയ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അങ്ങനെ ഞങ്ങൾ ഒട്ടകക്കൂട്ടങ്ങൾ ഇങ്ങനെ പോവാൻ വഴിക്ക് വെച്ച് ബരിക ബി സഫിയ ബിൻതി ഹൈ, സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകം വൈക്കടന്നു, സ്റ്റോപ്പായി. അത് 2 മുട്ടും കുത്തിയിട്ട് കാല് കുഴഞ്ഞിട്ടാണ് കടന്നു ഒട്ടകം. വകാനത്ത് മിൻ അഹ്സനിഹിന്ന ലഹറ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഉള്ള ഒട്ടകക്കൂട്ടങ്ങളിൽ ഏറ്റവും നല്ല ഒട്ടകമായിരുന്നു അത്. കാണാൻ നല്ല ചൊങ്കുള്ള ഒട്ടകമായിരുന്നു. ഈ ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ കൊറോളാന്നോ BMW എന്നൊക്കെ പറയണം. അന്നത്തെ ഒട്ടകത്തിൻ്റെ ഒക്കെ സ്ഥാനത്ത് ഇന്നത്തെ കൊറോള ഇല്ലല്ലേ. കൊറോളയുടെ കാലമൊക്കെ കഴിഞ്ഞാൽ ഞാൻ അന്ന് ഏതോ കാലത്ത് കൊറോളാന്ന് കേട്ടതാണ്. ഇപ്പം ഏതാ ഫസ്റ്റ് ക്വാളിറ്റി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ക്വാളിറ്റി ഏതാ?
800 ഒക്കെ കഴുതൻ്റെ സ്ഥാനത്താണ്. 800 അതൊക്കെ പഴയ കാലത്ത് കഴുതൻ്റെ മേലെ മനുഷ്യന്മാർ യാത്ര ചെയ്യുന്നു. ഇനി 800 കഴുതാന്ന് പേരിടണ്ടേ? അന്ന് പറയാം, അന്ന് കഴുതനെ യാത്ര ചെയ്യാൻ, കഴുതയുടെ പുറത്ത് ആളുകൾ യാത്ര ചെയ്യാറുണ്ടായത്. അപ്പം കഴുതൻ്റെ ഒക്കെ സ്ഥാനത്തുള്ളതാണ് 800. ഒരു 4-5 ലക്ഷം ഉറുപ്പ്യൻ്റെ ഒക്കെ അടുത്തുള്ള വണ്ടിയില്ലേ? പിന്നെ നമ്മളെ മറ്റേ ഒരു ഓട്ടോറിക്ഷമാരിൽ വേറെ വണ്ടിയില്ലേ, കാറ് പുതിയ നാനോ, അതൊക്കെ അതിൻ്റെ സ്ഥാനത്താണ് പഴയ കാലത്ത്. ഒരു ഒട്ടകത്തിൻ്റെ സ്ഥാനത്ത് നിന്നുള്ള വണ്ടി ഏതാ യാക്കൂബ്ക്ക? നിങ്ങളിതൊന്നും വണ്ടി തന്നെ കാണാത്ത മാതിരിയാണ് ഇരിക്കണത്. അത് സഹായിക്കുന്നു. എനിക്ക് നിങ്ങളോട് ചോദിച്ചാലേ വേറെ സ്ഥലത്ത് പോയി പറയാൻ പറ്റുള്ളൂ. വേറെ സ്ഥലത്ത് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അയാൾ ഉലകം തിരിയാത്ത ആളാന്ന് പറയും. എന്നെക്കുറിച്ചാൽ കുതിരിയോ എത്തിയോസോ ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു 10-25 ലക്ഷം റുപ്യൻ്റെ വണ്ടി, ലാൻഡ് ക്രൂസർ ആയിക്കോട്ടെ, ലാൻഡ് ക്രൂസറിൻ്റെ സ്ഥാനത്താണ് ഒട്ടകം. അപ്പൊ സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകം അവിടെ സ്റ്റോപ്പായി, നിന്നുപോയി. ഫബക്കത്ത്, അപ്പൊ സഫിയ ബീവി കരഞ്ഞു. കണ്ടോ, പെണ്ണിന്റെ സ്വഭാവമാണ്. സഫിയ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. വജാഅ റസൂലുള്ളാഹി, നിങ്ങൾ ആലോചിക്കണേ, ഹജ്ജിന് പോവാ, ഇബാദത്തിന് പോവല്ലേ, തൽബിയത്ത് ചൊല്ലി കൂട്ടം കൂട്ടമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് സഫിയ ബീവിയുടെ വാഹനം സ്റ്റോപ്പായത്. സ്റ്റോപ്പായി നിറഞ്ഞപ്പോ ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഇന ഉഖ്ബിറ ബിദാലിക് ഫജഅല യംസഹു ദുമുഅഹാ ബിയദി. സഫിയ ബീവി ഇങ്ങനെ കരയുന്നുണ്ട്, കണ്ണുനീരിങ്ങനെ തുടച്ചു കൊടുത്തു, കണ്ണീരിങ്ങനെ തുടച്ചു കൊടുത്തു അല്ലാഹുവിന്റെ ഹബീബ്. സഫിയ ബീവി പറയാണ്, എന്റെ കണ്ണുനീരിങ്ങനെ തുടച്ചെന്നിട്ട് പറഞ്ഞു, സാരമില്ല സഫിയ, കരയണ്ട സഫിയ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് എന്റെ കണ്ണുനീർ തുടച്ചു കൊണ്ടുവന്ന് പറഞ്ഞുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു തരികയാണ്. എത്രത്തോളം നിങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ഭാര്യമാർക്ക് കൊടുത്തിരുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഹദീസിൽ കാണാം. അള്ളാന്റെ റസൂല് തന്റെ ഭാര്യമാർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ആ സ്വാതന്ത്ര്യം എവിടെ എത്തിയറിയങ്ങള്? അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ നിന്ന് റസൂലിനേക്കാൾ ഉച്ചത്തിൽ വരെ പല കാര്യത്തിൽ അവർ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. കേൾക്കണം, ഇതല്ലേ പല കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താ? അവൾ എന്നോട് കയർത്ത് സംസാരിച്ചു, അവളെങ്ങനെ എന്നോട് ഒച്ചട, ഞാൻ അവളുടെ ഭർത്താവല്ലേ, അവൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് പഠിച്ചു മനസ്സിലാക്കാനാണ് ഞാൻ കൊണ്ടുപോയാക്കിയത്. അങ്ങനെയൊക്കെ ചില മനുഷ്യന്മാര് ഒറ്റടിക്ക് തൊലാക്കല്ലല്ലോ, ഒരുത്തൻ അങ്ങനെ തൊലാക്കല്ലി ബേജാറായി പോയി. ഇവനുണ്ട് ഒരിക്കൽ ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാതിലിന് വന്ന് മുട്ടണ്. ഞാൻ ഒരു ലുങ്കിത്തുണിയും ബനിയനും ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക വാതിലിന്. ഹലോ ഉസ്താദ് ഉണ്ടോ ഇവിടെ എന്നാ ചോദിക്കണവൻ. ഉസ്താദ് ഉണ്ടോ എന്ന് വെച്ചു. അപ്പൊ ഞാൻ ചെന്നു, എന്തേന്ന് വെച്ചു. അല്ല ഉസ്താദ് ഏടെന്ന് വെച്ചു. അപ്പൊ 10 കൊല്ലമായിട്ട് ഞാൻ അടുത്ത ഉസ്താദ്. അപ്പൊ എനിക്ക് മനസ്സിലായി 10 കൊല്ലമായിട്ട് ഓൻ ആ പള്ളിക്ക് തന്നെ വന്നിട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് വെച്ചു. അല്ല ഉസ്താദ് ഏടെന്ന് വെച്ചു. ചോദിച്ചാൽ എന്താ നിങ്ങളെ പ്രശ്നം? അല്ല ഞാൻ ഉസ്താദിനെ കാണാൻ വന്നാന്ന്. അപ്പൊ എന്നെ പറയില്ല, നിർവാഹമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് ഉസ്താദ്. എന്താ പ്രശ്നം എന്ന് വെച്ചു. അല്ല ഈ ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നാന്ന്, ഒരു കത്ത് കയ്യിൽ തന്നു. ഞാൻ വിളിച്ചു വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ മഹലിലെ ഇന്നാലിന്ന ആരുടെ മകൾ ഇന്നാലിന്നവളെ 3 തൊലാക്കും ചൊല്ലിപ്പിരിച്ചു ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ചൊല്ലിപ്പിരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒഴിവാവില്ലാന്ന് എഴുതിയിട്ട് ചൊല്ലിപ്പിരിച്ചു ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് മുമ്പ് എഴുതി. ഞാൻ ചോദിച്ചത് ആരെ എഴുതിയാന്ന് ചോദിച്ചു. അപ്പം എന്നോട് എനിക്ക് എഴുതാൻ അറിയാത്തതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയതാണ്. ഈ ഒപ്പിട്ട ആരാന്ന് ചോദിച്ചു. ഞാനാണ്. ഇത് അങ്ങനെ തന്നെ എന്നാണ്, തലാക്ക് ചൊല്ലിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഓളെന്നാണ്. ഇവരറിയിച്ചാളിയോ അല്ലേ? ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ അറിയിച്ചോളാം. മുമ്പ് പോയി. അതേ മനുഷ്യൻ്റെ 3ാമത്തെ ദിവസം പിന്നെയും ഡോറിനെടുത്ത് ഹലോ ഉസ്താദ് ഉണ്ടോ? എന്തോ ഒരു സ്വഭാവം. ഹലോ ഉസ്താദ് ഉണ്ടോ? ഞാൻ ചെന്നു. ഞാൻ ചോദിച്ചു മെനിഞ്ഞാ നിങ്ങളല്ലേ ഇവിടെ വന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ കാര്യം അറിയിച്ചിട്ടുണ്ടോ അല്ലേ? അല്ലല്ലോ ഉസ്താദേ, അതില്ലാന്ന് പറയാൻ വന്നതാ ഞാൻ. അപ്പം മെനിഞ്ഞാന്നോ ദേഷ്യം പിടിച്ച് തലാക്കല്ലിടുന്നില്ലാന്ന്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ? ഞാൻ മെനിഞ്ഞാന്ന് വീട്ടിൽ ചെന്നപാടെ ഞാൻ ഓരോട് പറഞ്ഞു നീ എൻ്റെ കൂടെ വരണം, ഉമ്മാക്ക് സുഖമില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരൂല. ഞാൻ പറഞ്ഞു വെച്ച് വരണം, ഞാൻ എൻ്റെ ഭർത്താവാണ്, ഞാൻ പറഞ്ഞാട് കേൾക്കണം. അങ്ങനെ ഒന്നും പെണ്ണിനോട് എടുത്താനും പറയരുത്. ചില ആളുകളുണ്ട് ഓലിങ്ങനെ വിചാരിച്ച ഓലിങ്ങനെ അടർത്ത് മുറിച്ച് പറഞ്ഞ മാതിരി ഓളിങ്ങനെ കേൾക്കണം എന്നാണ്. അങ്ങനല്ല പെണ്ണിനോട് പറയേണ്ടത്. പെണ്ണിനോട് പറഞ്ഞൊരു ഹിക്മത്തുണ്ട്. ഓൻ പറയാണ് ഞാൻ ഓരോട് പറഞ്ഞു വെച്ച് വരണം, ഓളോട് വരൂല, വന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് പണിയുണ്ട് എന്ന് പറഞ്ഞു. മുമ്പ് ഇതാ പണിയുണ്ട് തന്നെ, വരണം വന്നേ പറ്റുള്ളൂ എന്നാണ്. ഞാൻ വരൂലായിരുന്നു. ഓള് പറഞ്ഞു വരൂലാന്ന്. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു വരൂലെന്ന് മാത്രമല്ല, അവളെ എൻ്റെ കൂടെ കൽബിൻ്റെ മലയാളം എന്താ അറിയോ?
പാറക്കടവർക്ക് അറിയോ കൽബ് എന്നുള്ളതിന് മലയാളം? അതും കൂടി കൂട്ടി വിളിച്ചു എന്നെ. അപ്പം പറയാ ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. നേരെ അങ്ങാടിക്ക് ചെന്നു. എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. ഓനോട് ഞാൻ എൻ്റെ ടെൻഷൻ പറഞ്ഞു, വിഷമം പറഞ്ഞു. അപ്പോൾ എന്നോട് ഞാൻ അതിന് പണിയുണ്ടടാ, ഓളെ 2 പാഠം പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഒരു പേപ്പറും കള്ളാസും കൂടെ എടുക്കുന്നു. ഞാൻ എടുത്തു കൊടുത്തു. എന്നോട് പറഞ്ഞു ഞാൻ തൊലാക്ക് ചെല്ലി ഞാൻ എഴുതി തരാമെന്ന്. അങ്ങനെ ഞാൻ ചെല്ലി ഓൻ എഴുതി കൊടുത്താണ്. ഉസ്താദേ അതുകൊണ്ട് അത് ഇല്ല കേട്ടോ, അത് പിൻവലിച്ച് നിങ്ങൾ ആ കത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കത്ത് തിരിച്ചു തരുമെന്ന് ചോദിച്ചു എന്നോട്. ആ കത്ത് തിരിച്ചു തരുമോ? അതിനാണ് ഞാൻ വന്നത്, അതിനാണ് ഞാൻ വന്നത് എന്ന് കേൾക്കണം നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ ഭാര്യമാർക്ക് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഞാൻ ഇനി പറഞ്ഞിട്ട് ഇനി നാളെ മുതൽ കുഴപ്പമുണ്ടാവുമെന്ന് എൻ്റെ ബേജാറ്. ഉമ്മമാര് ശ്രദ്ധിക്കണേ. ഞാൻ എന്തിനാ ഇത് പറയുന്നത് എൻ്റെ സഹോദരങ്ങളോട്? പെണ്ണങ്ങനെ ചെറിയ ടെൻഷൻ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയാൻ, ജാ അബൂബക്കർ റളിയല്ലാഹു അൻഹു യസ്തഅദിനു അലൻ നബി സല്ലല്ലാഹു. ഈ സംഭവം കേൾക്കണേ. ഈ സംഭവം കേട്ടാൽ പെണ്ണിനോട് നമ്മൾ എങ്ങനെയാണ് പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ പെരുമാറേണ്ടത് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല മഹാനവറുകൾ പറഞ്ഞു, ജാ അബൂബക്കർ റളിയല്ലാഹു അൻഹു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ വീട്ടിലാ ഉള്ളത്. ഫസമിഅ ആയിഷ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വരുമ്പോൾ കേൾക്കുന്നത് എന്താണെന്നറിയോ? വഹിയ റാഫിയത്തുൻ സൗതഹ അലാ റസൂലില്ലാഹ്. ആയിഷ ബീവി ഭയങ്കര ഉച്ചത്തിൽ റസൂലുള്ളാഹിനോട് സംസാരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കൽ സന്തോഷം ഉണ്ടാവുമ്പോഴല്ലേ അല്ലേ? നിങ്ങൾ പറഞ്ഞ ഭയങ്കര സന്തോഷം ഉണ്ടാവുമ്പോഴല്ലേ ഒച്ചത്തിൽ സംസാരിക്കുക? എപ്പോഴാ ദേഷ്യം പിടിക്കുമ്പോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉച്ചത്തിൽ സംസാരിക്കുകയാണ് റസൂലുള്ളാഹിനോട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് കിടക്കാൻ സമ്മതം ചോദിച്ചു. ഫഅദിന ലഹു, റസൂലുള്ളാഹി കിടക്കാൻ സമ്മതം കൊടുത്തു. ഫദഖല. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, സ്വന്തം മോളെ വീടാന്ന് എതിരാണ് കയറി ചെല്ലാൻ പാടില്ല എന്നാണ് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാടാണ്. അതിൻ്റെ അവസ്ഥ എൻ്റെ മോളെ വീടല്ലേ, ഞാനിവിടെ കയറി ചെന്നു ഡോറ് തുറന്നെടുക്കുകയൊന്നും ചെയ്യാൻ പാടില്ല, സമ്മതം ചോദിക്കണം. സമ്മതം ചോദിച്ചപ്പോൾ സമ്മതം നൽകപ്പെട്ടു. ഫഖാല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ അങ്ങോട്ട് കയറി വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ഉച്ചത്തിൽ കയർത്ത് സംസാരിക്കുന്നതാ കേൾക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. കയറി വന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെ അടിക്കാൻ ചെന്നു. യബ്നത ഉമ്മ റൂമാൻ, ഉമ്മു റൂമാന്റെ മോളെ. ശരിക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണല്ലോ, പക്ഷേ എന്റെ മോളെ എന്നല്ല പറഞ്ഞത്, ഉമ്മു റൂമാന്റെ മോളെ. ദേഷ്യം പിടിച്ചതാണ് ഉമ്മു റൂമാന്റെ മോളെ. റസൂലുള്ളാഹിനോട് നീ ഉച്ചത്തിൽ സംസാരിക്കുകയോ എന്ന് ചോദിച്ചു മകളെ അടിക്കാൻ ചെന്നു. നമ്മളാണെങ്കിൽ ആദ്യം ചെയ്യണ്ട, അയാൾ എന്തോ പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടല്ലാതെ ഓളിപ്പം അങ്ങനെ പറയോ, നമ്മൾ കുട്ടികളെ മാത്താൻ നിൽക്കുക. ഇവിടുന്ന് പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. തന്റെ മകളെ അച്ചടക്കം പഠിപ്പിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടിക്കാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആലോചിച്ച് നോക്കണേ, എത്ര വലിയ മാന്യന. അതുവരെ റസൂലുള്ളാഹിനോട് ദേഷ്യം പിടിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ആയിഷ ബീവിയെ ദേഷ്യം പിടിച്ചതിന്റെ മേലിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിക്കാൻ വന്നപ്പോ റസൂലുള്ളാഹി ഓടി വന്ന് തടുത്തു. فحال النبي صلى الله عليه وسلم بينه وبينها. റസൂലുള്ളാഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഇടയ്ക്ക് നിന്നിട്ട് റസൂലുള്ളാഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തടുത്തു വെച്ചിട്ട് പറഞ്ഞു, എന്റെ ആയിഷയെ അടിക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ ആയിഷ ചോദിക്കണേ, എന്റെ ആയിഷയെ അടിക്കരുത്. ഫലമ്മാ ഖറജ അബൂബക്കർ, അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. ജഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലഹാ യതറല്ലാഹ. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പോയപ്പോ റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പറഞ്ഞു, അലാ തറൈന, ആയിഷ ഞങ്ങളൊക്കെ പറഞ്ഞാലും ശരി, അന്നീ ഖദഹൽതു ബൈന റജുലി വബൈനകി,
ഞാൻ നിന്റെ വാപ്പ നിന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ തടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചോദിച്ചു അല്ലാഹുവിന്റെ ഹബീബ്. അതോടുകൂടി ആയിഷ ബീവിന്റെ എല്ലാ ദേഷ്യവും പോയി, എല്ലാ ദേഷ്യവും. എന്നോട് അതാണ് ഈ പെണ്ണിനെ കീഴ്പ്പെടുത്താനുള്ള ഹിക്മത്ത്. എന്താ നിങ്ങള് പെണ്ണിനെ കീഴ്പ്പെടുത്താനുള്ള ഹിക്മത്ത് പെണ്ണിന്റെ മുമ്പിൽ തോൽക്കല. ഞാൻ പറഞ്ഞിട്ട് നാളെ കുഴപ്പമുണ്ടാക്കരുതേ, മറന്റെ ബേക്കറിൽ ആൾക്കാരോടായി പറഞ്ഞത്. പെണ്ണിന്റെ മുമ്പിൽ തോൽക്കലാണ്. നിങ്ങൾക്കറിയോ ഉമർന്ന് കേട്ട കിസ്റയുടെയും കൈസറിന്റെയും സാമ്രാജ്യങ്ങളൊക്കെ അങ്ങനെ പറക്കും. ഒരാളെ മുമ്പിലും തോറ്റിട്ടില്ലല്ലോ ഉമർ റളിയല്ലാഹു അൻഹു തോറ്റത് തന്റെ ഭാര്യ ആതിഖയുടെ മുമ്പിലാ. ഉമർ റളിയല്ലാഹു അൻഹു പരാജയപ്പെട്ടു പോയത് ഭാര്യന്റെ മുമ്പിലാ തോൽക്കുക, ഭാര്യന്റെ മുമ്പിലാണ് തോൽക്കുക. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ, ഇതേപോലെ ആതിഖ ബീവി ഭയങ്കര ഉച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യം പിടിച്ച് എന്തൊക്കെ പറയാ. നമ്മളും ചിലപ്പോൾ അങ്ങനെ ആവും. ഈ പൊതുപ്രവർത്തകരൊക്കെ ആൾക്കാരുണ്ടല്ലോ, ചിലപ്പോൾ വീട്ടിൽ കയറി ചെന്നാൽ കേൾക്കും, നിങ്ങൾക്ക് നാട്ടുകാരെ കാര്യമൊക്കെ നോക്കാൻ സമയമുണ്ട്, നിങ്ങളെല്ലാം ആമീനാന്റെ മോളെ കല്യാണത്തിന് 50 പവനൊക്കെ ഒപ്പിച്ചു കൊടുത്ത് നിങ്ങൾക്ക് അതിനൊക്കെ നേരമുണ്ട്, എനിക്ക് വെളിച്ചെണ്ണയും തക്കാളി ഒന്നും വാങ്ങിക്കൊണ്ടുവരാൻ നേരമില്ല എന്നുള്ള പറയും. അപ്പൊ നമ്മൾ പറയും, ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറയാം, എൻ്റെ നാവുണ്ടല്ലോ ഞാനൊന്ന് അത് കുറച്ച് നീളം മുറിച്ചാലോ എന്നൊക്കെ പറയും. ആടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആടെ ഏറ്റവും നല്ല എന്താ അറിയോ, കേട്ട് ഇങ്ങനൊക്കെ. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തോറ്റതാരുടെ മുമ്പിലാ? ഖൈബറിൽ മുറഹിബിനെ വിറപ്പിച്ച ആളാണല്ലോ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹു അൻഹു തോറ്റത് ഭാര്യയുടെ മുമ്പിലാണ്. ഒരിക്കൽ റസൂലുള്ളാഹി വീട്ടിൽ ചെന്നു, സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഫാത്തിമ ബീവി ഭയങ്കര ടെൻഷനിലാണ്. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ മോളെ പ്രശ്നം? അപ്പൊ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് തെറ്റിപ്പോയിന്. തെറ്റിപ്പോയതല്ല, അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോ ഫാത്തിമ ബീവി ദേഷ്യം പിടിച്ചെന്തോ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, ഞാൻ ഇനി ഇവിടെ വന്നാൽ ഇതിങ്ങനെ കൂടുമെന്ന്. മൂപ്പര് ഇറങ്ങി പുറത്തേക്ക് പോയി. അള്ളാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബി പുറത്തേക്ക് പോയപ്പോ ഫാത്തിമയ്ക്ക് ഭയങ്കര ടെൻഷനായി. റസൂലുള്ളാഹി തെരഞ്ഞു പോയി അലി റളിയല്ലാഹു അൻഹുവിനെ. രാത്രി ആ സംഭവം പോയി നോക്കുമ്പോ എന്താ, നിങ്ങൾ പള്ളിയിൽ ചുരുണ്ട് കിടക്കുക, പള്ളിയിലെ പായില്ലേ ആ പായിൽ ചുരുണ്ട് കിടക്കുക, കടന്നിട്ട് ഇങ്ങനെ ഉറങ്ങുകയാണ് പള്ളി. അപ്പൊ വീട്ടിൽ നിന്ന് തെറ്റിയാ പിന്നെ സാധാരണ പോലെ കട്ടനാണ്. നിങ്ങളുടെ മിണ്ടാതെ പള്ളിയിൽ ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ? ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓലെ വേഗം തിരിച്ചെടുക്കണേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാര്യമാർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കിടക്കണ സമയത്ത് ഇങ്ങനെ ചെന്നിട്ട് മേത്ത് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തിട്ട് വിളിച്ചു, യാ അബാ തുറാബ്. എന്താ ഈ അബൂ തുറാബ് എന്നാണ്? അതാ മണ്ണിന്റെ വാപ്പ എന്നാണ് ഇതിനർത്ഥം. മണ്ണിന്റെ വാപ്പ പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു ഇവിടെ മണ്ണിൽ വന്ന് കടന്നിട്ട് മേത്തൊക്കെ മണ്ണായിണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടും മറിഞ്ഞ് കടന്നിട്ടേ. അപ്പൊ മണ്ണ് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് യാ അബാ തുറാബ്, എന്താ ഇവിടെ കിടക്കണേന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് പുറത്തൊന്നും ഇങ്ങനെ തടഞ്ഞു കൊടുത്തപ്പോ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ ദേഷ്യവും മാറിപ്പോയി. അമ്മോഷന്മാര് ചെയ്യേണ്ടതാ. പെണ്ണിന്റെ വാപ്പ പെണ്ണിന്റെ ഭാഗത്ത് നിൽക്കല്ലേ ചെയ്യേണ്ടി. പെണ്ണിന്റെ വാപ്പ ഭർത്താവിന്റെ ഭാഗത്ത് നിൽക്കണം, ഭർത്താവിന്റെ പിതാവ് പെണ്ണിന്റെ ഭാഗത്ത് നിൽക്കണം. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും, ഇല്ലെങ്കിൽ അടി തീർത്താ തീരൂല. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആയിഷ എനിക്ക് നിന്നോട് എത്ര സ്നേഹമുണ്ട് നോക്ക് ആയിഷ. നിന്റെ വാപ്പ എന്നോട് നീ ദേഷ്യം പിടിച്ച് സംസാരിച്ചതിന്റെ പേരിൽ നിന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ ഇല്ലെങ്കിൽ ആയിഷ ഒന്ന് വീണിട്ടുണ്ടായിരുന്നില്ലേ നിന്നെ മേത്തൊന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ ബിബി ചിരിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് പിന്നെ ഓല് രണ്ടാളും ഭയങ്കര കമ്പനിയായി ഇങ്ങനെ വർത്താനം പറയാണ്. അബൂബക്കർ കുറച്ച് സമയം കഴിഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ വന്നു. ഫസ്തഅദന അലൈ കടക്കാൻ സമ്മതം ചോദിച്ചപ്പോൾ സമ്മതം കൊടുത്തു. ഫവജദഹു യുലാഹിഖുഹാ പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വരുമ്പോ കാണുന്നത് എന്താ അറിയോ? ദേഷ്യം പിടിച്ചിരിക്കുന്ന ആയിഷ ബീവിയെ ചിരിപ്പിക്കാൻ റസൂലുള്ളാഹി തമാശ അങ്ങനെ പറയുന്നതാണ് പുണ്യമഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നത്. ദേഷ്യം പിടിക്കണ
ഭാര്യയെ നമ്മൾ ചെയ്യേണ്ടത് ദേഷ്യം പിടിപ്പിക്കല്ല, അവളെ ചിരിപ്പിക്കുക ചെയ്യണ്ടേ. യുലാഹികുഹ, പിന്നെ ഇങ്ങനെ ചിരിപ്പിക്കുന്നുണ്ട് ആയിഷ ബീവിയെ. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അശ്രികാനി ഫീ സിൽമികുമാ കമാ അശ്റക്തുമാനി ഫീ ഹർബികുമാ. നേരത്തെ നിങ്ങൾ രണ്ടാളും കൂടി അടി കൂടുമ്പോ എന്നെ മധ്യസ്ഥനാക്കിയല്ലോ, അതേപോലെ നിങ്ങൾ തമാശ പറയുമ്പോൾ എന്നെ കൂട്ടണേ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്തൊരു പെരുമാറ്റമാണ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞാൽ തീരാവുന്നതല്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ. ഈ സംഭവങ്ങളൊന്നും നമ്മുടെ സമയം അവസാനിച്ചാൽ, നമ്മുടെ സമയമായാൽ നമ്മൾ അവസാനിപ്പിക്കും. അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അക്ഷരം പ്രതി പിൻപറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പറയുന്നതെന്ന് കേൾക്കൂ നിങ്ങൾ. സഅൽതു ആയിഷ, അസ്വദ് റളിയല്ലാഹു അൻഹ പറയാ, സഅൽതു ആയിഷ, ഞാൻ ആയിഷ ബീവിയോട് ചോദിച്ചു, മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതി, അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലായാൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്ന് ശ്രദ്ധിക്കണം. നമ്മൾ വിഷയമാണ് പുണ്യ നബി വീട്ടിന്റെ അകത്ത് എങ്ങനെയാ പെരുമാറിയത്, റസൂലുള്ള വീട്ടിലായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്ന് ഞാൻ ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ കാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നമ്മൾ വീട്ടിലായിരിക്കും എന്താ ചെയ്യാ? ഓരോരുത്തർക്കും ഓരോന്നാ പറയണ്ടാവും അല്ലേ. ചില ആൾക്കാർ എപ്പോഴും ടിവിന്റെ മുമ്പിലാവും, വേറെ ചില ആളുകൾ എപ്പോഴും വാട്സപ്പിലാവും, വേറെ ചില ആളുകൾ വെറുതെ അങ്ങനെ ഇരിക്കാവും, വേറെ ചില ആളുകൾ ഓല പണിയൊക്കെ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലാകുമ്പോൾ എന്തായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത് എന്ന് റസൂലുള്ളാഹിനോട് ഞാൻ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലത്ത് ആയിഷ ബിവി പറഞ്ഞു, കാന യകൂനു ഫീ മുഹ്നതി അഹ്ലി, വീട്ടിലുള്ള ജോലികളൊക്കെ റസൂലുള്ള ചെയ്യായിരുന്നു വീട്ടിലുണ്ടായിരുന്നപ്പോഴൊക്കെ. ഫൈദാ ഹളറതിസ് സ്വലാ, അങ്ങനെ ബാങ്ക് കൊടുത്താൽ ഖറജ ഇലസ്വലാ, നിസ്കരിക്കാൻ പോകും. അപ്പൊ നിസ്കാരത്തിന്റെ സമയം വരെ റസൂലുള്ള രാവിലെ എഴുന്നേറ്റാ ചെയ്യണ്ട, വീട്ടിലെ പണികൾ റസൂലുള്ള എടുക്കുമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ. എന്തൊക്കെ ജോലി റസൂലുള്ള ചെയ്യാറുണ്ടായിരുന്നു? കാന യുഖീതു സൗബ, കീറിയ വസ്ത്രങ്ങൾ റസൂലുള്ള തുന്നാറുണ്ടായിരുന്നു, കീറിയ വസ്ത്രം റസൂലുള്ള തുന്നാറുണ്ടായിരുന്നു. വയഖ്സിഫുന അലാ, ചെരുപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് വൃത്തിയാക്കാറുണ്ടായിരുന്നു. വയഅമലു മാ യഅമലു റിജാലു ഫീ ബുയൂതിഹിം, ഒരു പുരുഷൻ വീട്ടിൽ എന്തൊക്കെ ജോലിയാണോ ചെയ്യാറുള്ളത് ആ ജോലികളെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് ചെയ്യാറുണ്ടായിരുന്നു. യഹ്ലിബു ഷാത, ആടിനെ കറന്നു കൊടുക്കാറുണ്ടായിരുന്നു. ആടിനെ കറക്കുക, ഇനി ഉസ്താദേ ഇന്ന് ആടില്ലല്ലോ കറക്കാൻ, പിന്നെ മിൽമപ്പാല് വാങ്ങലാണ്, അതിന് പോലും ഓള അല്ലേ. മിൽമപ്പാല് വാങ്ങാൻ പോവാരാ? നിങ്ങൾ പാല് കൂട്ടല്ലോ. മിൽമപ്പാല് ആ മിൽമപ്പാലിൻ്റെ ആള് വരും ഗേറ്റിൽ വന്നാൽ പാത്രമായിട്ട് പോവാ. ഓനെന്താ പണി? ആടങ്ങനെ കാൽമക്കാലും കയറ്റിച്ചിട്ടുണ്ടാവും, പത്രം അങ്ങനെ വായിക്കണം. ആടിനെ കറന്നു കൊടുക്കാറുള്ളത് റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. വീട്ടിൽ പുരുഷന്മാരുണ്ടായിരിക്കെ കുട്ടികളെ സ്കൂൾ വാനിൽ കയറ്റാൻ വരാറുള്ളത് പോലും ഉമ്മ പറഞ്ഞാലേ മക്കൾ കയറുള്ളൂ. എന്താ കാരണം? വാപ്പിയായിട്ടൊരു ബന്ധമില്ല. വാപ്പ അമ്മാനെ കെട്ടി എന്നുള്ള ബന്ധമല്ലാതെ ഒരു ബന്ധും വാപ്പിയായിട്ടില്ല. കാരണം എന്താ? വാപ്പഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ തന്നെ മൂപ്പര്. അതുകൊണ്ടാണല്ലോ പണ്ടൊരു കുട്ടി പറഞ്ഞേ, പഠിച്ചോനെ ഞാനൊരു മൊബൈലായിരുന്നെങ്കിൽ. എന്തേന്ന് വെച്ചു, എന്നാ എൻ്റെ വാപ്പ എപ്പോഴും എന്നെ നോക്കുമായിരുന്നല്ലോ, ഞാനൊരു മൊബൈലായിരുന്നുവെങ്കിൽ എന്ന്. റസൂലുള്ള ആടിനെ കറക്കാറുണ്ടായിരുന്നു. റസൂലുള്ള വീടടിച്ചു വാരാറുണ്ടായിരുന്നു. വീട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വീടടിച്ചു വാരിയൊന്ന് കയ്യൊക്കെ ധൈര്യത്തിൽ പൊക്കിക്കോളൂ. ഞാനുണ്ട്, പൊക്കിക്കോളും. ചെയ്തോലേ പൊക്കാവേ. ഒരിക്കൽ ഇത് സാധാരണ ചെയ്യാറുള്ള ആളുകളൊന്ന് കൈപൊക്കൂ. അൽഹംദുലില്ലാഹ്. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഞാനിത് പറഞ്ഞതിനൊക്കെ നിങ്ങൾ ഓരോ വള അയച്ചു തരണേ.
ഞാൻ ഈ പറയുന്നതിനൊക്കെ നിങ്ങൾ ഓരോ വള അഴിച്ചു തരണം. തമാശ പറഞ്ഞാട്ടോ, അതിനല്ലേ വേല പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ആയിഷ. നമ്മൾ ഇന്നും ഇന്നലെയും കേട്ടമായിരിക്കുന്നവർ ജീവിച്ചു നോക്കിയാൽ നിങ്ങൾ വീട്ടിന്റെ അകത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്നായി ചേരുമ്പോഴാണ് ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്ത മനസ്സമാധാനം ലഭ്യമാകുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. മാത്രമല്ല വണ്ടി കയറാൻ, അന്നത്തെ വണ്ടി പറഞ്ഞാൽ ഒട്ടകക്കല്ലേ, ഒട്ടകത്തുമ്പോൾ കയറണമെങ്കിൽ എന്താവണം? പെണ്ണുങ്ങൾക്ക് ഒരു താങ്ങ് വേണം, കൈയൊന്ന് പിടിച്ചു കൊടുക്കണം. റസൂലുള്ള അങ്ങനെ കൈ പിടിച്ചു കൊടുക്കുകയായിരുന്നു വാഹനത്തിൽ. അപ്പോൾ വണ്ടി കയറുന്ന സമയത്ത് ഓളെ കൈയൊന്ന് പിടിച്ച് കയറ്റി കൊടുക്കുക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് യതമ്മു ബിനളാഫതിഹി വറായിഹതി തയ്യിബ. പൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരുടെ അടുത്തേക്ക് വരുമ്പോഴെപ്പോഴും ഫ്രഷ് ആയിട്ടാണ് വരാറുള്ളത്. നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ട് എങ്ങോട്ടാ പോവാ? മംഗലത്തിനാ പോവാ, മംഗലത്തിന് അല്ലേ? റസൂൽ എപ്പോഴും വീട്ടിൽ വരുമ്പോൾ ഫ്രഷ് ആയിട്ട് വരികയാണ്. നിങ്ങൾക്ക് കേൾക്കണോ? റസൂലുള്ള പാതിരക്ക് വീട്ടിൽ കയറൂലാണ്. അള്ളാഹുവിന്റെ ഹബീബ് രാത്രിയിൽ വീട്ടിലേക്ക് വരാറില്ല. റസൂലുള്ള ഇനി യുദ്ധമൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ തന്നെ മദീനത്തേക്ക് വൈകുന്നേരം രാത്രിയാണ് എത്താന്ന് കണ്ട സ്വഹാബികളോട് പറയും, സ്വഹാബ എല്ലാവരും ഇവിടെ നിൽക്കി, ഇന്ന് രാത്രി ഇവിടെ കറന്നുറങ്ങിക്കോളി, നാളെ രാവിലെ വീട്ടിലേക്ക് എന്ന് പറയും. ചില യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ടവർ മദീന പള്ളിയിൽ രാത്രിയിൽ എത്തിച്ചേരാറുണ്ട്. മദീനയിൽ എത്തിയാൽ റസൂലുള്ളാഹിയോട് പറയും, നിങ്ങളൊക്കെ പള്ളിയിൽ ഉറങ്ങിക്കൂടി, ആരും വീട്ടിലേക്ക് പോണ്ട, കാരണം നിങ്ങൾ വീട്ടിലേക്ക് വരും എന്ന പ്രതീക്ഷ സ്ത്രീകൾക്കില്ല, ഭാര്യമാർക്കില്ല, അതുകൊണ്ട് ഇപ്പൊ പോണ്ട, എല്ലാവരും ഇവിടെ കടന്നുറങ്ങിക്കൂടി, രാവിലെ പോവാന്ന് റസൂലുള്ളാഹി പറയും. രാത്രി ഒരിക്കലും വീട്ടിലേക്ക് കയറി ചെല്ലാറില്ല എന്നാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ നിങ്ങൾ കയറി ചെല്ലരുത്. വളരെ വിലപ്പെട്ട ഒരു ഉപദേശമാണ്, വളരെ വിലപ്പെട്ട ഉപദേശം. അതേപോലെ നിങ്ങളുടെ ഭാര്യമാരിലേക്ക് നിങ്ങൾ എത്തി നോക്കാൻ എന്നർത്ഥം, രാത്രി മെല്ലെ പോയിട്ട് ജനലിലൂടെ നോക്കുക, ഓക്കെന്താ പണി? ശരിയില്ല, ഓക്കെന്താ പണി? വാതിൽ ഒളിച്ചു നിൽക്കുക. രാത്രി ഓക്കെന്താ പണി? ചെയ്യാൻ പാടില്ല. നിങ്ങൾ രാത്രി വരില്ല എന്ന പ്രതീക്ഷയിലാണ് നിങ്ങളുടെ പെണ്ണെങ്കിൽ കയറി ചെല്ലരുത്. ഭാര്യമാർ നിങ്ങളുടെ പ്രതീക്ഷിക്കാത്ത രാത്രിയിൽ നിങ്ങൾ കയറി ചെല്ലരുത്. ഭയങ്കരമായ മനഃശാസ്ത്രപരമായ പഠനമുണ്ടതിൽ, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു പെണ്ണിന് തന്റെ ഭർത്താവുമായി ഇണചേരണമെങ്കിൽ, ഇഴകിച്ചേരണമെങ്കിൽ മാനസികമായ ഒരവസ്ഥ ഉണ്ടാകണം പെണ്ണിന്. അത് പെട്ടെന്ന് പെണ്ണിന് കഴിയില്ല, അതിന് മണിക്കൂറുകളും സമയങ്ങളും എടുക്കും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അവിചാരിതമായ സമയത്ത് നിങ്ങൾ കയറി ചെല്ലരുത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, കാന യബ്ദഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ബൈത. റസൂലുള്ള വീട്ടിലേക്ക് കയറി വന്നാൽ ആദ്യം ചെയ്യാറുള്ളത് ബിസ്വാക്. റസൂലുള്ള മിസ്വാക് ചെയ്യുമായിരുന്നുവെന്ന് ആയിഷ. മഹാനായ ശുറൈഹ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ആയിഷ ബീവിയോട് ചോദിച്ചു, റസൂലുള്ളാഹി വീട്ടിലേക്ക് വന്നാൽ ആദ്യം ചെയ്യാറുള്ളത് എന്താണ്? റസൂലുള്ള മിസ്വാക് ചെയ്യാറാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. എന്തിനാ മിസ്വാക് ചെയ്യണേ? വായനാറ്റം അകറ്റാൻ. വായനാറ്റം അകറ്റാൻ എന്തിനാ? ഭാര്യയോട് സംസാരിക്കുമ്പോൾ നമ്മളോട് വെറുപ്പില്ലാതിരിക്കാൻ. അപ്പൊ രാത്രി കടന്നുറങ്ങണ സമയത്ത് ബ്രഷ് ചെയ്ത് കടന്നുറങ്ങണം, പല്ല് വൃത്തിയാക്കി കടന്നുറങ്ങണോ? അത് ശ്രദ്ധിക്കാത്ത ചില പുരുഷന്മാരുണ്ട്, ചില സ്ത്രീകളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശ്രദ്ധയ്ക്ക് വിരുദ്ധമാണത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിനകത്താകുമ്പോൾ എപ്പോഴും സുഗന്ധം ഉപയോഗിക്കുമായിരുന്നു. നമ്മൾ സുഗന്ധം ഉപയോഗിക്കല് വീട്ടിന്റെ പുറത്തേക്ക് പോകുമ്പോഴാണ്, സ്പ്രേ ഒക്കെ അടിക്കൽ. മംഗലത്തിന് പോകുമ്പോൾ അടിക്കുക, സൽക്കാരത്തിന് പോകുമ്പോൾ അടിക്കുക.
അവനവന്റെ ഭാര്യക്കാണ് തന്നിൽ നിന്ന് ഏറ്റവും നല്ല പരിമളം ലഭിക്കേണ്ടതെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, പൊന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ ഒരു ദുർഗന്ധം ഉണ്ടാവുക എന്നത് പൊന്നു നബിക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വകാന മിൻ അഖ്ലാഖിഹി, റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു വീട്ടിൽ വെച്ച് അത്തതയ്യിബു, സുഗന്ധം പൂശുക എന്നത്. വയുക്തിറു മിൻഹു, സുഗന്ധം ഒരു ചെറിയ രീതിയിലല്ല ഭയങ്കരമായി ഉപയോഗിക്കുമായിരുന്നു റസൂലുള്ളാഹി എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞല്ലോ. റസൂലുള്ളാഹി പറഞ്ഞതായി യുഹബ്ബിബു ഇലയ്യ മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അന്നിസാഉ, സ്ത്രീകളാണ്, വത്വീബു, സുഗന്ധമാണ്, വജുഇലതു ഖുറത്തു ഐനി ഫിസ്സലാഹ്, പക്ഷേ എനിക്ക് കൺകുളിർമ ലഭിക്കുന്നത് നിസ്കാരത്തിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല പുണ്യ നബി കേൾക്കണേ, ഇതൊക്കെ ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോവാം, ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു. നാളെ നമ്മുടെ വിഷയം ലഹരി വിതക്കുന്ന വിനാശങ്ങൾ എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? 4 ദിവസം നിങ്ങൾ കണ്ടില്ലേ പത്രത്തിൽ, യുവതലമുറ മുഴുവൻ ലഹരി മരുന്നുകൾ പിടിമുറിക്കുന്നു എന്ന വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്തൊക്കെയാണ് ലഹരിയുടെ അപകടങ്ങൾ എന്നാണ് നാളെ നമ്മൾ പറയാം. എല്ലാ ചെറുപ്പക്കാരും കൊണ്ടുവരണങ്ങൾ, സ്കൂളിലൊക്കെ പഠിക്കണ കുട്ടികളൊക്കെ കൊണ്ടുവരണങ്ങള്. നാളെ നമ്മൾ അങ്ങനെ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറയുമായിരുന്നു, മൻ കാന ലഹു ശഅറുൻ ഫല്യുക്രിമുഹു, മുടിയുള്ള ആളുകൾ ആ മുടിയെ മാന്യമായി ചീകി വെക്കട്ടെ. ഇന്നത്തെ ചെറുപ്പക്കാർ കേൾക്കേണ്ട ഒരു ഹദീസ് കൂടിയാണ്. ഞാൻ അതിന്റെ മുമ്പ് നിങ്ങളോട് പറയാം, ബക്കറ്റ് വെച്ച് വരുന്നുണ്ട്. ഇന്നലെ എത്ര റുപ്യ കിട്ടിയേ? 24,000 റുപ്യ. ഇന്നൊരു 50,000 റുപ്യ കിട്ടൂലേ? കവറുണ്ടോ? ബക്കറ്റിലൊക്കെ കിട്ടൂലേ? നമ്മൾ ചെലവൊക്കെ അങ്ങനെ അടുത്തു പോകൂലേ? കടാവൂ എന്നാ മുസാജി? കടായ എനിക്കൊരു പണിയില്ലേ, പണി ഇങ്ങക്കാണ്. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് കടാവൂല. എപ്പോഴും നമ്മളെ കൈ പിടിക്കണം അമ്മാരും താത്താരും ഉപ്പാരും കാക്കാരൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും നിന്നും നാളെയും കൂടിയുള്ളൂ. എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞിട്ട് കൊടുത്താലേ നമ്മൾ വിഷയങ്ങളൊക്കെ പറയും. നിങ്ങളെ പോക്കറ്റൊക്കെ നോക്കുക, എന്നിട്ട് ആ പോക്കറ്റിൽ അള്ളാഹ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സദക്ക ചെയ്താൽ അള്ളാഹിൻ്റെ കയ്യിലാണ് വെക്കണമെന്നാണ് വരുന്നത്. ഇപ്പം മൂപ്പര് ഒമാനിക്കട്ടൊക്കെ കിട്ടിയില്ല, ഇപ്പം മൂപ്പരാവും വരുന്നേ. പക്ഷെ സത്യത്തിൽ ഈ സ്വതക്ക വീണ ബക്കറ്റിക്കും അല്ല, അള്ളാഹിൻ്റെ കയ്യിക്കാന്ന വഖഅത്ത് ഫീ യദില്ലാഹ് ഹദീസിലുണ്ട്. അള്ളാഹ്ക്കാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ അള്ളാഹ് ഇവിടെ ഇറങ്ങി വന്നിട്ട് നമ്മളെ മുമ്പിൽ കൈ കാണിച്ചാൽ നമ്മൾ എന്താ കൊടുക്കുക? ആ കോലത്തിൽ കൊടുക്കണം എന്ന് എപ്പോൾ വരുമ്പോഴും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് എല്ലാവരും, എൻ്റെ അമ്മമാർക്കൊക്കെ ആരും അറിയാതെ അള്ളാഹ് മാത്രം അറിഞ്ഞിട്ട് സ്വതക്ക ചെയ്യാൻ പറ്റുന്ന സമയമാണ്. കയ്യിൽ നിന്നൊക്കെ ആരും അറിയാതെ മെല്ലെ ബക്കറ്റ് വരുന്നതിന് മുമ്പ് തന്നെ വളക്കൂരി വെച്ചിട്ട് അറിയാതെ ചെയിനൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ്. എല്ലാവരും കൊടുത്തേക്ക്. നമുക്ക് നല്ല 10 ക്ലാസ് റൂം ഇൻഷാ അല്ലാഹ് മെയ് ആകുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞതിന് എന്തിനാ ഞങ്ങൾ ബേജാറാണ്? ഒക്കെ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒക്കെ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും? അങ്ങനല്ല, ആമീൻ പറയാം. അള്ളാഹു എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. ഇന്നലെ ഒരു സഹോദരൻ ഇവിടെ വെച്ച് 50,000 ഉറുപ്പിക നമ്മുടെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് ഏറ്റിട്ടുണ്ട്. ആ സഹോദരൻ പാറക്കടവ് സ്വദേശിയും അല്ല. ആ സഹോദരൻ ഇന്ന് നമ്മുടെ സദസ്സിലുണ്ട് താനും. അല്ലാഹ് അവരുടെ ഉദ്ദേശം നീ നിറവേറ്റണേ റബ്ബേ. എന്നോട് പറഞ്ഞു, ഉസ്താദേ കുറച്ച് വിഷമമുണ്ട്, എന്നാലും ഈ സംരംഭത്തോടുള്ള പൂതി കൊണ്ടാണ് ചെറിയൊരു ആശ്വാസം തന്നെ, ഒരു 50,000 റുപ്യ ഞാൻ തരുന്നു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അങ്ങനെ 16 ആളുകൾ 50,000 പറഞ്ഞാൽ, 17 ആളുകൾ 50,000 പറഞ്ഞാൽ ഒരു ക്ലാസ് റൂമിന്റെ പേശാവും അല്ലേ? 17 ആളുകൾ 50,000 പറഞ്ഞാൽ 8 പേർ 1,00,000 വീതം പറഞ്ഞാൽ 8 പേർ 1,00,000 വീതവും, ഒരാൾ 50,000 പറഞ്ഞാൽ ഒരു ക്ലാസ് റൂമാകും. 8.5 ലക്ഷം റുപ്യാണ് ഒരു ക്ലാസ് റൂമിന്റെ ചെലവ് കണക്കാക്കപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ഓരോ കൊല്ലമായിട്ട് നമുക്ക് ഭാരമില്ലാതെ ഇത് എടുത്ത് പൂർത്തിയാക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹബീബ്, ഇനി ചെറുപ്പക്കാർ കേൾക്കേണ്ട ഒരു ഹദീസും കൂടെയാണിത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന ലഹു ശഅറുൻ ഫല്യുക്രിം, മുടിയുള്ള ആളുകൾ മുടിയെ മാന്യമായി പരിപാലിക്കട്ടെ. മുടി ഉണ്ടാണേന് വിരോധമൊന്നുമില്ല, പക്ഷെ മാന്യമായി പരിപാലിക്കണത്. മനസ്സിലായില്ലേ?
ഉമ്മൻചാണ്ടിന്റെ മുടിമാതിരി ആവരുത്, വാർന്ന് വെക്കണം മുടിയെന്നാ. അവല്ലപ്പ പറഞ്ഞു. ഇന്ന് ചില കുട്ടികളെ മുടിയുണ്ട് അല്ലേ? എത്ര മനോജി നിങ്ങളൊന്നും കാണില്ല, നിങ്ങൾ സാധു, നിങ്ങൾ താഴത്ത് നോക്കി വെക്കണോണ്ടാ. ചില കുട്ടികളെ മുടിയുണ്ട്, മുടിയൊക്കെ ഇങ്ങോട്ടും താടിയൊക്കെ കൂടി ഇങ്ങോട്ടും. അവൻ്റെ വയസ്സ് എത്രേ? 17 വയസ്സ്. 17 വയസ്സേ അവനുള്ളൂ. താടിയൊക്കെ കൂടി ഇങ്ങനെ. ഓൻ റസൂലുള്ളാഹിന്റെ താടി എന്നൊക്കെ വെച്ചോന്നല്ലോ, ഓൻ്റെ മുടിയൊക്കെ കൂടി ഇങ്ങനെ. മുടി വെക്കുന്നതിന് വിരോധമില്ല, പക്ഷേ മുടിയെ മാന്യമായി പരിപാലിക്കണം. ചെവിയുടെ താഴേക്ക് മുടി ഇറങ്ങരുത്, ചെവിയുടെ നേരെയാവണം. സുന്ദരമായി വാർന്നു വെക്കണം, മുടിക്കെതിരല്ല. അതേപോലെ വേറെ ചില സ്വഭാവമുണ്ട്. ഒരു ഭാഗത്ത് മുടി വടിക്കുകയും വേറൊരു ഭാഗത്ത് മുടി അങ്ങനെ തന്നെ വെക്കുകയും ചെയ്യുക. അതിനെന്തൊരു പേരുണ്ട്. എന്താണ് പേര്? നമുക്ക് അറിയില്ലേ? നമുക്ക് അതിന് ചായ പിന്നെ ക്യാഷിൽ പിന്നെ ഇരുന്നിട്ട് വേണ്ട വേറെ ഏത് സമയം കിട്ടാൻ. എന്താ ഹിപ്പിയാ? വീക്കെൻഡോ? ഫൈക്കെണ്ണോ? നമുക്ക് അറിയില്ലേ ആ സാധനം? ആരാണോ പറഞ്ഞ ആ സാധനം മോശമാണ്. അങ്ങനെ ആരെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ബാർബർ ഷോപ്പ് തുറന്നിട്ട് വെട്ടിക്കാൻ കഴിയുന്നില്ല, നല്ലത്. ഇന്ന് രാത്രി നമ്മൾ മരിച്ചുപോയാൽ നാളെ നമ്മളെ ഖബറിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് നമ്മളെ തലമുടി റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത തലമുടിയാണ്. ജൂതൻ്റെ തലമുടി പോലെയാവും, തലയാവും നമ്മളെ തല. മുങ്കറിനൊക്കെ ചോദിക്കാൻ വരുമ്പോൾ തന്നെ ഓനെ കാണുമ്പോൾ തന്നെ ഇപ്പം ജൂതനാണോ എന്ന് സംശയിച്ചു. അതുകൊണ്ട് അങ്ങനെ തലമുടി വെക്കാൻ പാടില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കുട്ടിയെ കണ്ടു. കുട്ടിയെ കണ്ടപ്പോൾ റസൂലുള്ളാഹി കുട്ടിയെ വിളിച്ചു, മോനോട് പറഞ്ഞു, മോനെ എങ്ങനെ വെക്കരുതിട്ടോ മുടി, ഒന്നുകിൽ നീ മുടി മുഴുവനായി വെച്ചോ, അല്ലെങ്കിൽ നീ മുഴുവനായി വടിച്ചേക്ക്, കുറച്ച് വിട്ടുക കുറച്ച് വെക്കുക, അങ്ങനെ ചെയ്യരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, റസൂലുള്ളാഹി സുന്ദരമായി മുടി ഇങ്ങ് വാർന്നു വെക്കുമായിരുന്നു വീട്ടിന്റെ അകത്തുനിന്ന്. അപ്പൊ ആലോചിച്ചു നോക്കാൻ എത്ര ഫ്രഷ് ആയിരുന്നു റസൂലുള്ള വീട്ടിന്റെ അകത്ത്. മാത്രമല്ല മഹാനായ സഹ്ലു ബിൻ സഅദ് സാഇദി റളിയല്ലാഹു അൻഹു പറയാ, ഒരിക്കൽ ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് അങ്ങ് ചെന്നു. റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ വാതിൽക്കൽ ഞാൻ എത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ ഒരു ചീർപ്പുണ്ട്. യുറജ്ജിലു ബിഹി റഅസ, റസൂലുള്ളാഹി ഇങ്ങനെ മുടി ഇങ്ങനെ വാർന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്ന് സഹ്ലു ബിൻ സഅദ് സാഇദി റളിയല്ലാഹു അൻഹു. നീ കേൾക്കണേ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് ഹലാലായ കാര്യങ്ങൾ തന്റെ ഭാര്യമാർ ആഗ്രഹിച്ചാൽ അത് അല്ലാഹുവിന്റെ ഹബീബ് സാധിച്ചു കൊടുക്കുമായിരുന്നു. ഹലാലാണ്, ഹറാമല്ല, ഹലാലാണ്. തന്റെ ഭാര്യമാർ അത് ആഗ്രഹിച്ചാൽ റസൂലുള്ളാഹി സാധിപ്പിച്ചു കൊടുക്കുമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ ബീവി തന്നെ പറയുകയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസ, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരക്കാനായില്ലേ? 9:45 നമ്മൾ തുടങ്ങി, അപ്പൊ 10:45 അവസാനിപ്പിക്കണം എന്നാണ്. ഞാനിത് പോണെന്ന് പറഞ്ഞ് എത്ര സ്പീഡിലാണ് നിങ്ങൾ? 320 സ്പീഡിലാണ് ഞാനിപ്പോൾ ആയിണത്. എന്തുകൊണ്ട്? ആ ജീവിതം ഒരു ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആയിഷ ബീവി പറയുന്നു, ഫസമീനാ ലഗതൻ വസൗത സുബിയാനിൻ, അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ മുറ്റത്ത് നിന്ന് കുട്ടികളുടെ ഒച്ച കേട്ടു. ഫഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി എഴുന്നേറ്റ് പോയി നോക്കി. കണ്ട, വീട്ടിന്റെ പുറത്തുനിന്ന് ഒച്ച കേട്ടപ്പോ ചില ആണുങ്ങളുടെ ഭയങ്കര പേടിയാ അവൾക്ക്. എന്തെങ്കിലും ഒച്ച കേട്ട പറയാ, പോയി നോക്കിയാ എനിക്ക് പേടിയാണ്. പുണ്യ നബി എഴുന്നേറ്റു എന്നാ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി. ഇത് പറയുമ്പോ ചിലപ്പോ ചില പെണ്ണുങ്ങൾ ചിരിക്കുന്നുണ്ടാവും, കാരണം ഓരത്ര ധൈര്യം ഉണ്ടാവില്ല. ആർക്ക്? പുതിയാപ്പിളാർക്ക്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു. ഫഇദൽ ഹബശതു യൽഅബൂന ബിജറാഹിഹിം, അപ്പോ അറബികളുടെ ഹബശികളുടെ കുട്ടികൾ പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ കളിക്കുകയാണ്. ഫഖാല, അപ്പൊ റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, ആയിഷ ബീവി പറയാ, യാ ആയിഷ, ആയിഷു തആലി, വാ വാ വാ, ഫൻദുരി, ദാ കളി കണ്ടോ, കുട്ടികൾ കളിക്കുന്ന കളി കണ്ടോളൂ എന്ന് പറഞ്ഞു. ഫജ്തു, അപ്പൊ ഞാൻ വന്നു.
ഫവലഅതു ലിഹയയ അലാ മൻകിബ റസൂലില്ലാഹ്. റസൂലുള്ളാഹ് ഡോറിന്റെ അടുത്ത് ഇങ്ങനെ നിന്ന് തന്നപ്പോ ഞാൻ എന്റെ താടിയെല്ലുകൾ റസൂലുള്ളാഹിന്റെ ചുമലിൽ ഇങ്ങനെ വെച്ചു. ഫജഅൽതു അൻദുറു ഇലൈഹിം, എന്നിട്ട് ഞാൻ ആ കുട്ടികളുടെ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. മാ ബൈനൽ മൻകിബി ഇലാ റഅസി. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി പറയാ, ഞാൻ ആ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നത് കണ്ടു. ഞാൻ എങ്ങോട്ടാ നോക്കിയത്? ഞാൻ ആ കുട്ടികളുടെ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഫഖാലലി, കുറെ സമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, അമാ ശബിഅതി, പോരെ ആയിഷ എന്ന് ചോദിച്ചു. അമാ ശബിഅതി, പോരെ? ഫജഅൽതു അഖൂലു, ഞാൻ പറഞ്ഞു ലാ, പോരാ. പിന്നെയും ചോദിച്ചു അശബിഅതി, കുറച്ച് കഴിഞ്ഞപ്പോ പോരെ? ഞാൻ പറഞ്ഞു ലാ, പോരാ. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞത്? കളി കാണാനുള്ള ഭൂതി കൊണ്ടല്ല. ലിയൻദുറ മൻസിലതി ഇൻദഹു, റസൂലുള്ളാഹിക്ക് എന്നോട് എത്ര സ്നേഹമുണ്ട് എന്നറിയാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത്. കണ്ടോ, ഒരു പെണ്ണിന്റെ മനസ്സാണ്. റസൂലുള്ളാഹിക്ക് എന്നോട് എത്ര സ്നേഹമുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇനി ഇത് കേട്ടിട്ട് ഇന്ന് പോയിട്ടില്ല സിനിമാ പാട്ടൊക്കെ കൂടി കേൾപ്പിച്ചു കൊടുക്കണ്ട. നല്ല മാപ്പിളപ്പാട്ടുകൾ ഭാര്യയും ഭർത്താവും കേൾക്കുന്നതിന് വിരോധമില്ല. നല്ല മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ മാപ്പിളപ്പാട്ടല്ല, നല്ല അർത്ഥവത്തായ പാട്ടുകളാണ്. ഇബ്രാഹിം നബി ഒരു ദിനം രാവിലെ ഉറങ്ങുമ്പോൾ ഇറയോന്റെ സ്വപ്നം കണ്ടപ്പോ മാനിന്റെ ഇമ്പപ്പൂ മകനെ ഞാൻ വഹീലായി ബലി ചെയ്യാൻ ഇബ്രാഹിം വേഗം മടിയാതെ, ഞാൻ പാടിയ ശരിയാവൂല, ഒക്കെ പാട്ടാണ്, നല്ല അർത്ഥവത്തായ പാട്ടാണ്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേൾപ്പിക്കാവുന്നതാണ്. നല്ല മാപ്പിളപ്പാട്ടുകൾ, അർത്ഥവത്തായ പാട്ടുകളൊക്കെ കേൾപ്പിക്കാവുന്നതാണ്. തോന്നിവാസം നിറഞ്ഞ പാട്ടുകൾ കേൾപ്പിക്കാൻ പാടില്ല, കേൾക്കാനും പാടില്ല. ആയിഷ അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി എന്റെ വീട്ടിലേക്ക് കയറി വന്നു. വഇന്ദി ജാരിയതാനി, അപ്പോൾ എന്റെ വീട്ടിൽ 2 പെൺകുട്ടികളുണ്ട്, 2 ചെറിയ മക്കൾ. വലിയ പെണ്ണുങ്ങളല്ലേ, 2 ചെറിയ കുട്ടികൾ. തുഗന്നിയാൻ ബിഗനാഇ ബുആത്തിൻ, എന്ന് പറഞ്ഞാൽ ഔസിന്റെയും ഖസ്റജിന്റെയും ഇടയിൽ നടന്ന ചില പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങൾ എങ്ങനെ വർണ്ണിച്ചുകൊണ്ടും അതോർത്തുകൊണ്ടുമുള്ള പാട്ടുപാടുകയാണ് ചെറിയ 2 പെൺകുട്ടികൾ. റസൂലുള്ളാഹി വീട്ടിലേക്ക് കയറി വന്ന ആ കുട്ടികൾ ഇങ്ങനെ പാടുന്നുണ്ട്. റസൂലുള്ളാഹി നേരെ പോയിട്ട് വിരിപ്പിൽ കടന്നു. റസൂലുള്ളാഹി മുഖം അങ്ങോട്ട് തിരിച്ചു കടന്നു. എന്തിന്? റസൂലുള്ളാഹി ഇങ്ങോട്ട് നോക്കിയിട്ട് ഈ കുട്ടികൾ പാട്ട് നിർത്തരുത് എന്ന് നിർത്താതിരിക്കാൻ പുണ്യനബി കേൾക്കാത്ത മട്ടിൽ മുഖം തിരിച്ച് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു. ഫദഖല അബൂബക്കർ, അപ്പോഴാണ് എന്റെ വാപ്പ വീട്ടിലേക്ക് കയറി വരുന്നത്. ഫൻതഹസനി, വന്നിട്ട് ഇന്നെ ഒരൊറ്റ കുത്താണ് എന്റെ വാപ്പ. ആയിഷ ബീവിക്ക് സ്വന്തം വാപ്പയെക്കാളും പ്രിയപ്പെട്ടവരായിരുന്നു റസൂലുള്ളാഹി. വാപ്പന്റെ അടുത്ത് നിന്നാ പിന്നെ അടിയും കുത്തും കിട്ടുക, ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഒന്നും കിട്ടാറില്ല. വാപ്പ വന്നിട്ട് എന്നെ ഒരു കുത്ത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നിട്ട് അബൂബക്കർ എന്നോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹു, എന്റെ വാപ്പ മിസ്മാറു ശയാത്തീനി ഇൻദ റസൂലില്ലാഹ്. എന്താ ആയിഷ ഞാൻ ഈ കേൾക്കുന്നത്? പിശാചിന്റെ വീണകൾ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വായിക്കപ്പെടുകയോ ആയിഷ എന്ന് പറഞ്ഞ് എന്നെ എന്റെ പിതാവ് ഒന്ന് കുത്തിയെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. കുത്തിയെന്ന കത്തിയെടുത്ത് കുത്തിയെന്നല്ലോ, കത്തിയെടുത്ത് കുത്താൻ പോണ്ടേ, കുത്തി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഫഅഖബല അലൈഹി റസൂലുള്ളാഹ് അങ്ങനെ എന്റെ പിതാവ് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്റെ വാപ്പയോട് പറഞ്ഞു, ദഅഹുമാ, സിദ്ദീഖെ പ്രശ്നാക്കണ്ട, ചെറിയ 2 കുട്ടികളല്ലേ, ഒരു പാടട്ടെ സിദ്ദീഖേ, അവർ പാടിക്കോട്ടെ സിദ്ദീഖേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ മക്കളെ, വലിയ പെണ്ണുങ്ങൾ ഡാൻസ് ചെയ്യുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞത്? വലിയ പെണ്ണുങ്ങൾ ഡാൻസ് ചെയ്യുന്നതല്ല, പരസ്യമായി വലിയ മനുഷ്യന്മാര് സിനിമാറ്റിക് ഡാൻസ് ചെയ്ത് സിനിമാ ഗാനങ്ങൾ പാടുന്നതല്ല ഈ പറഞ്ഞത്.
അള്ളാഹുവിന്റെ ഹബീബ് ഹലാലായ കാര്യങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ. ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭാര്യമാരോടുകൂടെ മത്സരം നടത്താറുണ്ടായിരുന്നു, പന്തയം നടത്താറുണ്ടായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാ, ഒരു യാത്രയിൽ ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ പോവുകയാണ്. വഅന ജാരിയത്തുൽ ലം അഹ്മിലിൽ ലഹ്മ. അന്ന് ഞാൻ സ്കെൽറ്റ് തടിയില്ലാത്ത പെണ്ണാണ് ഞാൻ. വലം അബ്ദൻ ഫഖാല ലിന്നാസ് തഖദ്ദമു. യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ റസൂലുള്ളാഹി കൂടെയുള്ളവരോട് പറഞ്ഞു, പോയിക്കോളി, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ സ്വഹാബികൾ മുന്നോട്ട് നടന്നു. പിന്നെ എന്നോട് റസൂലുള്ളാഹി പറഞ്ഞു, തആലി, ഇവിടെ വരൂ ആയിഷ, ഹത്താ ഉസാബികി, ഞാനും നീയും തമ്മിൽ മത്സരം നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓട്ട മത്സരം നടത്തി. അപ്പോൾ ഞാൻ റസൂലുള്ളാഹിനെ അതിജയിച്ചു എന്ന് ആയിഷ. ആ തവണ ഓടിയപ്പോൾ ഞാൻ ജയിച്ചപ്പോൾ ഞാൻ ചിരിച്ചപ്പോൾ റസൂലുള്ളാഹി ചിരിച്ചു. റസൂലുള്ളാഹിനെ തോൽപ്പിച്ചു ഞാൻ. കുറെ കാലം കഴിഞ്ഞ് പിന്നൊരു യാത്രയിൽ ഞങ്ങൾ ഒന്നിച്ചു. അങ്ങനെ ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ആയിഷ, നമുക്കൊരു മത്സരവും കൂടെ നടത്തിക്കൂടെ എന്ന്. അങ്ങനെ ഞങ്ങൾ അന്ന് ഓടി. ആ ഓട്ടത്തിൽ റസൂലുള്ളാഹി ജയിച്ചു, ഞാൻ തോറ്റു. അപ്പൊ റസൂലുള്ളാഹി ചിരിച്ചു, ഞാനും ചിരിച്ചു. ചിരിച്ചപ്പോൾ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ആദാ ബിദാക്ക, ആയിഷ അന്ന് ജിന്നെ തോൽപ്പിച്ചില്ലേ, അതിന് പകരം അന്നത്തെ തെട്ടോ എന്ന് പുണ്യനബി പറഞ്ഞു. പുണ്യനബി അങ്ങനെയായിരുന്നു ഭാര്യമാരുടെ ഇടപഴകിയിരുന്നത്. നമ്മളോടൊക്കെ നമ്മളെ ഭാര്യ എന്ന് പറയാം, നമ്മളൊന്ന് വരി, നമ്മൾ ഈ മറ്റേ എന്താ ഒരു കളിയില്ലേ, എന്ത് ചെസ്സോ അല്ലേ, രാത്രി പാതിര അന്തിയോളം എന്താ പറയല്, 12 മണി 2 മണി വരെയൊക്കെ ചങ്ങായിമാരെ കൂടെ ചെസ് കളിക്കും. ഒരിക്കലൊരു തലാഖിൻ്റെ വിഷയം സംസാരിച്ചു. ഒരു പെണ്ണ്, 2 കുട്ടികളുടെ ഭാര്യ പെണ്ണ. ഈ പെണ്ണ് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണ്ടെന്നേന്ന്. വേണ്ട. അവസാനം വിഷയം സംസാരിക്കാനിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം, മനസ്സ് തുറന്നു പറയുന്നു. അപ്പം പറഞ്ഞു, സാറേ, അയാൾക്ക് എന്നോടൊരു താല്പര്യമില്ല. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയണത്? ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഓളോട് താല്പര്യമില്ല? ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെൻ്റ് ഓളെന്ന്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഓളോ നോക്ക് വെറുതെ പറയാം. ഞാൻ ചോദിച്ചു, എന്താ? സാറേ, എന്നോട് താല്പര്യമാണ്, ഇയാൾ വീട്ടിലേക്ക് വരില്ല 2 മണിക്കാണ്. അതുവരെ അയാൾ ടൗണിൽ കാരംസ് കളിക്കും ചങ്ങായിമാരുടെ കൂടെ. അയാൾ അതുവരെ ചെസ് കളിച്ചിരിക്കും ചങ്ങാതിമാരുടെ കൂടെ. ഈ പെണ്ണ് പറയാ, അങ്ങനെയാണ് ഒരു കാരംസ് വീട്ടിൽ വാങ്ങിയിട്ട് ഇൻക്കും അയക്കും കളിച്ചാൽ പോരെ, രാത്രി മതിയല്ലോ, മതി, ചെസ് എനിക്കും അയക്കും കളിച്ചാൽ പോരെ. അള്ളാഹുവിന്റെ ഹബീബ് തന്റെ ഭാര്യമാരോടുകൂടെ പന്തയം നടത്തിയിരുന്നു, മത്സരം നടത്തിയിരുന്നു, മത്സരിച്ചിരുന്നു. കളിയൊക്കെ ഭാര്യമാരോടൊപ്പമാവാം, ചെസ് കളിക്കാം ഒക്കെ ചെയ്യാം. നീ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട. ഭാര്യനോട് പറയാം. ചില ആൾക്കാരൊക്കെ നേരത്തെ ക്രിക്കറ്റ് കളിച്ച് ശീലമുള്ളവർ, അവൾക്ക് പിന്നൊന്ന് കളിക്കാത്തതുകൊണ്ട് കയ്യൊക്കെ അങ്ങനെ ഉണ്ടാവും അല്ലേ. പണ്ട് ഞാനൊരു കുട്ടീനെ കണ്ടപ്പോഴേ ഓൻ എന്നോട് വന്നിങ്ങനെ സംസാരിക്കുന്ന ഓനിങ്ങനെ ഈ ക്രിക്കറ്റ് കളിച്ചിട്ടേ സംസാരിക്കണതിൻ്റെ ഇടയ്ക്ക് ഓന് ഇങ്ങനൊക്കെ ആകുന്നുണ്ട്, അവൻ്റെ കയ്യൊക്കെ കൂടി. അപ്പോൾ ഇപ്പം ആ മായാലോകത്താണല്ലോ എനിക്ക് മനസ്സിലായി. ഓരെങ്ങനെ ഒരേ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ കാക്കണോ. ചില ആളുകളുടെ അങ്ങനെ ചെറുപ്പത്തിലേ കളിച്ച് ചെയ്യുള്ളൂ. ഓൾക്ക് ഒരു ക്രിക്കറ്റ് ഒരു ബോളൊക്കെ അടിക്കണം പൂതിണ്ടെങ്കിൽ ഭാര്യനോട് പറ, അച്ഛനൊന്ന് എറിഞ്ഞുണ്ടാ, ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ. തന്റെ സഹധർമ്മിണിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ ഒന്നാമനായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബ്, ഇത്ര മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പറഞ്ഞു തീർക്കാവതല്ലോ. അള്ളാഹുവിന്റെ ഹബീബിനെ അക്ഷരം പ്രതി പിൻപറ്റാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഈ വിഷയം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നൊരു സമയത്ത് ഒരുമിച്ച് കൂടാൻ അവസരം നമ്മൾ പറയാം. വീട്ടിൻ്റെ അകത്തെ പ്രശ്നങ്ങളുടെ റസൂലുള്ളാഹി എങ്ങനെയായിരുന്നു സോൾവ് ചെയ്തിരുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അള്ളാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അബിയാതുനാ ബിൽ ഹുബ്ബി നബിനിഹാ സൗജാതുനാ ഖദ് നവറത് ഫീഹാ. നമ്മൾ നമ്മുടെ വീടുകളെ എടുത്തു പൊക്കേണ്ടത് ചില ആളുകളൊക്കെ ഒന്ന് വീടുണ്ടാക്കണ എന്താ, ഫില്ലർ മുതൽ തന്നെ കോൺക്രീറ്റ് ചെയ്യാം. ഓല് കരുതിയത് വീടിൻ്റെ സന്തോഷമൊക്കെ കോൺക്രീറ്റ് മേലാന്നല്ല. കോൺക്രീറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്, വീട് ഉറപ്പുള്ളതൊക്കെ ഉണ്ടാക്കണം. ശരിയാ, നല്ല ഓല സിറ്റ് ഔട്ട് കണ്ട എന്താ അല്ലേ, അവരുടെ
ഗസ്റ്റ് റൂമിലേക്ക് കയറിയാൽ സ്വർഗത്ത് കയറിയമാതിരി. എന്നാലോ ആ വീട്ടിലെ ഭാര്യയും ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കിയാൽ എരിഞ്ഞു പൊരിയുകയാണ്. ബിൽഹുബ്ബി അബിയാതുനാ ബിൽഹുബ്ബി നബ്നിഹാ, സ്നേഹം കൊണ്ടാ നമ്മൾ വീടുകളെ നിർമ്മിക്കേണ്ടത്. സൗജാതുനാ ഖദ് നവ്വറത് ഫീഹാ, ആ വീടുകളെ പ്രകാശിപ്പിക്കേണ്ടത് വീട്ടിനകത്തുള്ള ഭാര്യമാരാ. അമ്മമാരെ കേട്ടോളൂ, പുരുഷനോട് പറയാണ് നമ്മൾ സ്നേഹം കൊണ്ടാണ് വീട് നിർമ്മിക്കേണ്ടത്. ആ വീട്ടിലെ പ്രകാശം നിലനിർത്തേണ്ടത് വീടിലെ പെണ്ണുങ്ങളാണ്, ഭാര്യമാരാണ്. ബിൽബിർരി വത്തഖ്വാ നുഅമ്മിറുഹാ, നന്മകളും തഖ്വയും അതാകണം വീടിനെ നമ്മൾ പരിപാലിക്കാൻ ഉപയോഗിക്കേണ്ടത്. വബിസുന്നത്തിൽ മുഖ്താരി നുഹയ്യിഹാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചര്യകൾ കൊണ്ട് ആ വീടുകളെ നമ്മൾ ജീവിപ്പിക്കേണ്ടത്. ഹാദാ റസൂലുള്ളാഹി ഖുദ്വത്തുനാ, അല്ലാഹുവിന്റെ ഹബീബാകണം നമ്മുടെ മാതൃക. തക്ഫീക സുന്നതുഹു വതക്ഫീഹാ, റസൂലുള്ളാഹിന്റെ ചര്യ മതിയല്ലോ ഭർത്താവായ പുരുഷ നിനക്കും, ഭാര്യയായ പെണ്ണെ നിനക്കും റസൂലുള്ളാഹിന്റെ ചര്യ മതിയല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചര്യ എന്താ? കുടുംബജീവിതത്തിൽ യുബ്ദി മഹബ്ബതഹു ലിസൗജതിഹി, തന്റെ ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കുക എന്നതാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത്. വസിവാഹു യസ്തഅലി ഫയുഖ്ഫീഹാ, വേറെ ചില ആളുകൾ സ്നേഹം അവരുടെ മനസ്സിലുണ്ടാകും, പക്ഷെ അത് ഒളിപ്പിച്ചു വെക്കുന്നവരാണവർ. അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹം പ്രകടിപ്പിച്ചവരാണ്. ബിദിഅബതിൻ മിൻഹു യുലാഹികുഹാ ബിഅജ്ബലിൽ അസ്മാ യുനാദിഹാ, റസൂലുള്ള തന്റെ ഭാര്യമാരെ ദേഷ്യം പിടിച്ച സമയത്ത് തന്റെ ഭാര്യമാരെ ചിരിപ്പിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ഭാര്യമാർ ദേഷ്യം പിടിച്ചാൽ അവരെ ചിരിപ്പിക്കുമായിരുന്നു. മാത്രമല്ല നല്ല സുന്ദരമായ ഓമന പേരായി കൊണ്ടായിരുന്നവരെ വിളിച്ചിരുന്നത്.